ഇതേപോലെ തന്നെ നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഈ കമ്പനി ഇതേ മോഡൽ തന്നെ ഇതേ സാധനം തന്നെ അടിച്ചിട്ടുണ്ട്, പക്ഷെ അത് വേറെ രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് ചോദിച്ചിരുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. സെയിം ആയിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഇവിടെയും വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പം ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ഇത്തരത്തിൽ രണ്ട് പ്രോബ്ലം ആക്കി കൊണ്ടുവന്നത് കേട്ടോ. ചോദ്യം ഇതാണ്: എ കമ്പനി ഹാസ് ഇൻകേർഡ് ഫിക്സഡ് എക്സ്പെൻസ് ഓഫ് റുപ്പീസ് 9 lakh. ഫിക്സഡ് എക്സ്പെൻസ് 9 lakh ഉണ്ട്. ആൻഡ് സെയിൽ ഓഫ് റുപ്പീസ് 30 lakh. അവിടെ 30 ലക്ഷം രൂപയുടെ സെയിൽ ഉണ്ട്. ആൻഡ് എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 6 lakh. 6 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടി. ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 6 months ഇൻ ദ നെക്സ്റ്റ് 6 months ഈ സഫേർഡ് ആസ് എ ലോസ് ഓഫ് 3 lakh. നെക്സ്റ്റ് ആദ്യത്തെ മാസമാണ്, ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞു. നെക്സ്റ്റ് 6 മാസം ഒരു 3 ലക്ഷം രൂപയുടെ ലോസ് നമുക്ക് വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മോട് ചോദിച്ചിരിക്കുകയാണ് കാൽക്കുലേറ്റ് ദ പ്രോഫിറ്റ് വോളിയം റേഷ്യോ, ബ്രേക്ക് ഈവൺ പോയിന്റ്, മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ ദ ഫസ്റ്റ് 6 months. ആദ്യ 6 മാസത്തെ പി വി റേഷ്യോ എന്താണ്, ബ്രേക്ക് ഈവൺ പോയിന്റ് എന്താണ്, മാർജിൻ ഓഫ് സേഫ്റ്റി എന്താണെന്നുള്ളത്. പിന്നെ ചോദിക്കുകയാണ് എക്സ്പെക്റ്റഡ് സെയിൽസ് വോളിയം ഫോർ ദ നെക്സ്റ്റ് 6 months ടു അസ്യൂം ദാറ്റ് സെല്ലിംഗ് പ്രൈസ് ആൻഡ് ഫിക്സ്ഡ് എക്സ്പെൻസ് റിമെയിൻ അൺചേഞ്ച്ഡ് ഡ്യൂറിംഗ് ദ സെക്കൻഡ് ഹാഫ്. എക്സ്പെക്റ്റഡ് സെയിൽസ് വോളിയം ആണ് നെക്സ്റ്റ് 6 months എത്ര വിറ്റിട്ടുണ്ടാവും, സെല്ലിംഗ് പ്രൈസും അവരുടെ ഫിക്സ്ഡ് എക്സ്പെൻസും ഒക്കെ അൺചേഞ്ച്ഡ് ആണെങ്കിൽ. പിന്നെ ദ ബ്രേക്ക് ഈവൺ പോയിന്റ് ആൻഡ് മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ ദ വോൾ ഇയർ. ആ വോൾ ഇയർത്തെ മാർജിൻ ഓഫ് സേഫ്റ്റിയും ബ്രേക്ക് ഈവൺ സെയിൽസും. നമ്മൾ നേരത്തെ ചെയ്തതിൽ നിന്ന് കുറച്ചൊരു ടഫ്നെസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടഫ്നെസ് ഉണ്ട്. എന്നാൽ ഈ രീതിയിൽ നമ്മൾക്ക് ചോദിക്കാം, കാരണം നമ്മൾ MBA സ്റ്റുഡൻസ് ആണ്, നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം. നമുക്ക് പ്രധാനമായിട്ട് പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്നത് ഇവിടെയാണ്. പിന്നെ നമുക്ക് നമ്മുടെ നോർമൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും ആണ്. അത് നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മൾ എന്ത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കാണേണ്ടത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കാണേണ്ടത് പി വി റേഷ്യോയാണ്. പി വി റേഷ്യോ നമുക്ക് കാണാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കോൺട്രിബ്യൂഷൻ കാണാം? നമുക്കിവിടെ ഫസ്റ്റ് 6 months സെയിൽസ് വോളിയം തന്നിട്ടുണ്ട് 30 ലക്ഷം. 30 ലക്ഷം രൂപ നമുക്ക് സെയിൽസ് വോളിയം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ എന്തുണ്ട്, ഫിക്സഡ് എക്സ്പെൻസ് 9 ലക്ഷവും അതുപോലെ തന്നെ പ്രോഫിറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫിക്സഡ് എക്സ്പെൻസും തന്നിട്ടുണ്ട്, കാര്യങ്ങൾ തന്നെ. അപ്പോൾ കോൺട്രിബ്യൂഷൻ കാണുമ്പോൾ ഇത് നമുക്കിവിടെ പ്രാധാന്യമാണോ? ഇല്ല, കാരണം വേരിയബിൾ കോസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടിയും കൂട്ടുക. അപ്പോൾ 6 ലക്ഷം 9 ലക്ഷം 15 ലക്ഷം രൂപ നമുക്ക് എന്തുണ്ട്, ഇവിടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. എവിടെ 6 9 കിട്ടിയേ, നോക്കിക്കോളൂ, 9 ലക്ഷം ഫിക്സഡ് എക്സ്പെൻസും 6 ലക്ഷം പ്രോഫിറ്റ്, ഫസ്റ്റ് 6 months പ്രോഫിറ്റും. ഇത് രണ്ടും കൂടിയോ 15 ലക്ഷം നമ്മുടെ കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് എക്സ്പെൻസിലെ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് വരുന്നത്. അത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് പി വി റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് പി വി റേഷ്യോ ആണല്ലോ. അപ്പോൾ നമ്മൾ എഴുതാണ് പി വി റേഷ്യോ. എങ്ങനെ പി വി റേഷ്യോ കാണാം? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഇവിടെ കോൺട്രിബ്യൂഷൻ 15 ലക്ഷമാണ്. സെയിൽ വന്നിരിക്കുന്നത് എത്രയായിരുന്നു? 30 ലക്ഷമായിരുന്നു. 30 ലക്ഷം 3 0 3 0 2 2 15 ആകുമ്പോൾ 2 1 ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% ആയിരിക്കും അല്ലേ. 0.5 എന്നതിനും ഇൻറ്റു 100 ചെയ്യുമ്പോൾ 50% ആയിരിക്കും നമ്മളുടെ ഇവിടുത്തെ പി വി റേഷ്യോ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ 6 months കാണേണ്ടത് ബ്രേക്ക് ഈവൺ പോയിന്റ് ആണ്. ബ്രേക്ക് ഈവൺ പോയിന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ബ്രേക്ക് ഈവൺ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടത് എന്ന് പറയുന്നത്? നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 9 ലക്ഷം രൂപയായിരുന്നു. അതിൻ്റെ 50%, അതായത് 0.50 കുറയ്ക്കുന്ന സമയം നമുക്ക് എത്ര കിട്ടും? 9 2 18 ലക്ഷം രൂപയായിരിക്കും. 18,000 അല്ലേ, 18,000 ആയിരിക്കും നമ്മുടെ 18 ലക്ഷം രൂപയായിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത് ബ്രേക്ക് ഈവൺ പോയിന്റ്. അതായത് പ്രോഫിറ്റും ലോസും ഒന്നും ഇല്ല, നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 18 ലക്ഷം രൂപയുടെ സെയിൽ നമുക്ക് എന്ത് ചെയ്യണം, നടക്കണം എന്നുള്ളതാണ് വരിക. അപ്പോൾ അതാണ് 18 ലക്ഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 18 ലക്ഷം രൂപ നമുക്ക് എന്ത് ചെയ്യണം, ബ്രേക്ക് ഈവൺ പോയിന്റ് വേണം. ഇനി അവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു മാർജിൻ ഓഫ് സേഫ്റ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കാം. മാർജിൻ ഓഫ് സേഫ്റ്റി എങ്ങനെ മാർജിൻ ഓഫ് സേഫ്റ്റി അഥവാ MOS നമ്മൾ കണ്ടുപിടിക്കാം. ആക്ച്വൽ സെയിൽസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി, BP സെയിൽസ് നമ്മൾ
കുറച്ചാൽ മതി. ഇവിടെ ആക്ച്വൽ സെയിൽസ് 30 ലക്ഷം രൂപയുടെ ആക്ച്വൽ സെയിൽസ് ഉണ്ടായിരുന്നു. ബ്രേക്ക് ഈവൺ സെയിൽസ് നമുക്ക് 18 ലക്ഷം രൂപയാണ്. അപ്പോൾ അതായത് 12 ലക്ഷം രൂപയായിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത് ബ്രേക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ. ഇത് വേറെ രീതിയിലും കാണാം കേട്ടോ. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കാം? നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ടൈംസ് എന്നുള്ള രീതിയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ 40% ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി ഉണ്ട്. അതായത് 30,000-ന്റെ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40%. അപ്പോൾ ആ 40% ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മാർജിൻ ഓഫ് സേഫ്റ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യേണ്ടത്. അതായത് പ്രോഫിറ്റ് ആൻഡ് വോളിയം റേഷ്യോയും ബ്രേക്ക് ഈവൺ പോയിന്റും മാർജിൻ ഓഫ് സേഫ്റ്റി ഫസ്റ്റ് 6 മന്ത്സിന് കേട്ടോ, ഫുൾ മാസത്തിനല്ല, ആദ്യത്തെ 6 മാസത്തിലോട്ടുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് എക്സ്പെക്റ്റഡ് സെയിൽസ് വോളിയം ഫോർ ദി നെക്സ്റ്റ് 6 മന്ത്. അടുത്ത 6 മാസത്തോടുള്ള എക്സ്പെക്റ്റഡ് സെയിൽസ് വോളിയം നമ്മൾ കാണണം. എക്സ്പെക്റ്റഡ് സെയിൽസ് വോളിയം ആണ് നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എക്സ്പെക്റ്റഡ് സെയിൽസ് വോളിയം ഫോർ നെക്സ്റ്റ് 6 മന്ത് അസ്യൂമിങ് ദാറ്റ് സെല്ലിംഗ് പ്രൈസ് ആൻഡ് ഫിക്സ്ഡ് എക്സ്പെൻസ് ആർ റിമെയിൻ അൺചേഞ്ച്ഡ്. നമ്മുടെ ഫിക്സ്ഡ് എക്സ്പെൻസും അപ്പോൾ സെല്ലിംഗ് പ്രൈസും ഒക്കെ എന്ത് ചെയ്യുക റിമെയിൻ അൺചേഞ്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈമിലോട്ടുള്ള എക്സ്പെക്റ്റഡ് സെയിൽസ് വോളിയം നമുക്ക് അടുത്ത 6 മാസത്തേക്ക് എത്രയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എക്സ്പെക്റ്റഡ് സെയിൽസ് വോളിയം നമുക്ക് കാണാം. എക്സ്പെക്റ്റഡ് സെയിൽസ് വോളിയം എങ്ങനെ നമ്മൾ എക്സ്പെക്റ്റഡ് സെയിൽസ് വോളിയം കാണാം? എക്സ്പെക്റ്റഡ് സെയിൽസ് വോളിയം നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമുക്കിവിടെ അറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റഡ് സെയിൽസ് വോളിയത്തിലോട്ട് നമ്മൾ പോവുകയാകുമ്പോൾ നമുക്ക് ഇനി എന്തൊക്കെ അറിയേണ്ടത്? നമുക്കിവിടെ ഫിക്സഡ് കോസ്റ്റും കാര്യങ്ങളൊക്കെ അറിയണം. നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ എന്താണ് ലോസ് ആണ് നമുക്ക് ഉണ്ടായിട്ടില്ല. എത്രയായിരുന്നു സെക്കൻഡ് ഹാഫിൽ ലോസ്റ്റ്? 3 ലക്ഷം രൂപയുടെ ലോസ് ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും? കോൺട്രിബ്യൂഷൻ നമുക്കിവിടെ എത്രയാണ് കോൺട്രിബ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നത്? 9 ലക്ഷം രൂപയാണ്. ഫിക്സഡ് കോസ്റ്റ് മാത്രമേ ഉള്ളൂ. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. ഇവിടെ എന്തില്ല? പ്രോഫിറ്റ് 0 ആണ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് മാത്രം. അപ്പോൾ ഫിക്സഡ് കോസ്റ്റിൽ നിന്ന് ലോസ് കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടുക അല്ലേ? അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രയായിരിക്കും? ഫിക്സഡ് കോസ്റ്റ് മൈനസ് ലോസ് ആണ്. അപ്പോൾ 9 ലക്ഷമായിരുന്നു ഫിക്സഡ് കോസ്റ്റ് ഉണ്ടായിരുന്നത്. അതേ മൈനസ് ലോസ് 3 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ നമുക്ക് ഇവിടെ എത്ര വരിക? 6 ലക്ഷം രൂപയായിരിക്കും നമുക്ക് കോൺട്രിബ്യൂഷൻ വരിക. എത്ര വരും? 6 ലക്ഷം രൂപയായിരിക്കും വരിക. അപ്പോൾ ഇതിന്റെ പി വി റേഷ്യോ ഇവിടെ എത്രയായിരുന്നു? 50% ആയിരുന്നു പി വി റേഷ്യോ എങ്കിൽ എക്സ്പെക്റ്റഡ് സെയിൽസ് വോളിയം നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എക്സ്പെക്റ്റഡ് സെയിൽസ് വോളിയം ഈക്വൽ ടു എന്താണ്? നമ്മളുടെ ഇപ്പം നമ്മൾ എന്താ കണ്ടുപിടിക്കുക? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ചെയ്താൽ മതി. അതായത് 6 ലക്ഷം രൂപയാണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ എങ്കിൽ അതേ ഡിവൈഡ് പി വി റേഷ്യോ 50%. 0.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഇരട്ടി 12 ലക്ഷം രൂപയായിരിക്കും നമ്മളുടെ സെയിൽസ്. 12 ലക്ഷം രൂപയുടെ സെയിൽസ് അവിടെ ഉണ്ടായിട്ടുള്ളൂ. 12 ലക്ഷം രൂപയുടെ സെയിൽസ് ഉണ്ടായപ്പോൾ നമുക്ക് അതിൻ്റെ എന്ത് ചെയ്യുന്നു? വേരിയബിൾ കോസ്റ്റ് കൂടി പോയപ്പോൾ 6 ലക്ഷം രൂപയാണ് കോൺട്രിബ്യൂഷൻ വന്നത്. അപ്പോൾ നമുക്കവിടെ 3 ലക്ഷം രൂപയുടെ ലോസ് സംഭവിച്ചു. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കോൺട്രിബ്യൂഷൻ കാണണം, ലോസ് വെച്ചൊരു കോൺട്രിബ്യൂഷൻ കാണാം. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണെന്നുണ്ട് കോൺട്രിബ്യൂഷൻ എങ്കിൽ ലോസ് വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുക? ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതായിരിക്കും നമ്മുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യുക? വന്നിട്ടുണ്ടാവുക. അതായത് ഒന്നിലേക്ക് ഫിക്സഡ് കോസ്റ്റോടുള്ള കോൺട്രിബ്യൂഷൻ കുറഞ്ഞു അല്ലെങ്കിൽ ലോസ് ഇതിൽ ഏതെങ്കിലും നമുക്ക് സംഭവിച്ചു എന്നുള്ള രീതിയിൽ നമ്മളതിനെ ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. അതായത് 9 ലക്ഷം ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്യാനുള്ള പൈസ കൂടി കിട്ടാത്തപ്പോഴാണ് നമുക്ക് ലോസ് ഉണ്ടാവുക. ഫിക്സഡ് കോസ്റ്റ് വരെ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ബ്രേക്ക് ഈവൺ ആയിരിക്കും, അവിടെ പ്രോഫിറ്റ് ഉണ്ടാവില്ല, ലാഭം ഉണ്ടാവില്ല എന്നുള്ളൊരു പോയിന്റ് ആയിരിക്കും വരിക കേട്ടോ. ഇനി ലാസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് ദ ബ്രേക്ക് ഈവൺ പോയിന്റ് ആൻഡ് മാർജിൻ ഓഫ് സേഫ്റ്റി ഫോർ ദ വോൾ ഇയർ. ആ ഇതിന്റെ വോൾ ഇയറിലോട്ടുള്ള ബ്രേക്ക് ഈവൺ പോയിന്റ് BEP ഫോർ വോൾ ഇയർ ആണ് നമ്മൾ കാണേണ്ടത്. മൊത്തം വർഷത്തോടുള്ള ഇതിലാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമുക്ക് ടോട്ടൽ സെയിൽസ് ആദ്യം കാണണം. ടോട്ടൽ സെയിൽസ് ആദ്യം 30 ലക്ഷം രൂപയുടെ ടോട്ടൽ സെയിൽസ് വന്നു ആദ്യത്തെ വർഷം. ആദ്യത്തെ ഹാഫ് പിന്നെ 12 ലക്ഷം രൂപയാണ് നമുക്ക് വന്നത്. മൊത്തം 42 ലക്ഷം രൂപയുടെ വന്നു. നമുക്ക് ഫിക്സഡ് കോസ്റ്റ് പറയുകയാലോ 9 ലക്ഷം ഫസ്റ്റ് ഹാഫിന്, അതേ 9 ലക്ഷം സെക്കൻഡ് ഹാഫിന് വരുമല്ലോ. അതായത് 18 ലക്ഷം രൂപ നമുക്ക് എന്തിന് വരണം?
ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് വരണം. അപ്പോൾ ഇയർലി ബ്രേക്ക് ഇവൺ പോയിന്റ് കാണുമ്പോൾ ബി പി ഈക്വൽ ടു എത്രയാണ്, ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ എന്താണ് പി വി റേഷ്യോ. അതായത് ഫിക്സഡ് കോസ്റ്റ് ഇവിടെ 18 ആണെന്നുണ്ടെങ്കിൽ 0.5 അല്ലേ, അതായത് 8 16 വരുന്ന സമയത്ത് 6 1, അതുപോലെ തന്നെ ഇതിൻ്റെ പകുതി 2 2 1 3 36 അല്ലേ, 18ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 20 36 ലക്ഷം രൂപ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു 36 ലക്ഷം രൂപയുടെ സെയിൽ നടന്ന് ദർ ഇസ് നോ പ്രോഫിറ്റ് ആൻഡ് ദർ ഇസ് നോ ലോസ് എന്ന രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. ഇവിടുത്തെ മാർജിൻ ഓഫ് സേഫ്റ്റി എത്രയായിരിക്കും വരിക? മാർജിൻ ഓഫ് സേഫ്റ്റി ആക്ച്വൽ സെയിൽസ് മൈനസ് ബി ഇ പി സെയിലാണ്. ആക്ച്വൽ സെയിലൂടെ നമ്മൾ 42 ലക്ഷത്തിൻ്റെ നടത്തിയില്ലേ, ബ്രേക്ക് ഇവൺ സെയിൽസ് നമ്മൾ വേണ്ടത് 36 ലക്ഷം രൂപയായിരുന്നു. അത് 6 ലക്ഷം രൂപയായിരിക്കും നമ്മളുടെ ബ്രേക്ക് ഈവൺ സെയിൽസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് 6 ലക്ഷം രൂപയുടെ ബ്രേക്ക് ഈവൺ മാർജിൻ ഓഫ് സേഫ്റ്റി ആണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിന് എന്ത് ചെയ്യുക, നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. പല രീതിയിൽ ഈ ഒരു പ്രോബ്ലം ചോദിക്കാറുണ്ട്, പക്ഷെ സിമ്പിളാണ്, കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. അതുകൊണ്ട് ഈ 2 പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യാൻ പഠിച്ചിട്ട് പോവുക. ഈ 2 പ്രോബ്ലം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് നമ്മളോട് എക്സാമിന് ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ശ്രദ്ധിച്ച് നോക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ബഡ്ജറ്റ്, വാട്ട് ഈസ് ബഡ്ജറ്റ് ആൻഡ് ഡിസ്കസ് the significance of budgetary control and explain the concept of performance budgeting and zero based budgeting. അപ്പോൾ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്, പെർഫോമൻസ് ബഡ്ജറ്റിങ്ങിന് എന്താണ് ബഡ്ജറ്റ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. നോക്കൂ, ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫൈനാൻഷ്യൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഫൈനാൻഷ്യൽ ആൻഡ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് എന്ന് പറഞ്ഞത് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രിപ്പയർഡ് ഇൻ അഡ്വാൻസ് ഫോർ സ്പെസിഫിക് പീരീഡ്. അഡ്വാൻസ് ആയിട്ട് സ്പെസിഫിക് പീരീഡിലോട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബഡ്ജറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഷോവിങ് ദ പ്ലാൻഡ് ഇൻകം, എക്സ്പെൻഡിച്ചർ, പ്രൊഡക്ഷൻ, സെയിൽസ് ആൻഡ് അതർ ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ പ്ലാൻഡ് ഇൻകം എത്രയാണ്, പ്ലാൻഡ് എക്സ്പെൻഡിച്ചർ എത്രയാണ്, പ്ലാൻഡ് പ്രൊഡക്ഷൻ എത്രയാണ് വേണ്ടത്, എത്ര സെയിൽ വേണം, എത്ര കാര്യങ്ങളാണ് നമ്മൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു ഓർഗനൈസേഷൻ ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒക്കെ ഒരു പ്ലാൻഡ് രൂപമാണ് എന്തെന്ന് പറയുന്നത്, ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് സെർവ് ആസ് എ ബ്ലൂ പ്രിന്റ് ഫോർ ദ ഫ്യൂച്ചർ ഓപ്പറേഷൻ. ഒരു ബിസിനസിന്റെ ഫ്യൂച്ചർ ഓപ്പറേഷന്റെ ബ്ലൂ പ്രിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെന്റ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എഫക്റ്റീവ്ലി. ഒരു ബിസിനസിന്റെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എഫക്റ്റീവായിട്ട് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ബഡ്ജറ്റ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ എങ്ങനെ അറിയും? ബഡ്ജറ്റ് ഈസ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്ലാൻ എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ഓർ ഫിസിക്കൽ ടേം ഫോർ എ സ്പെസിഫിക് ഫ്യൂച്ചർ പീരിയഡ്. ഒരു സ്പെസിഫിക് ഫ്യൂച്ചർ പീരീഡിലോട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള മോണിറ്ററി അല്ലെങ്കിൽ ഫിസിക്കൽ ടേംസിൽ പ്രീ ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു ബഡ്ജറ്ററി കൺട്രോളിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പയറിംഗ് actual performance with the budget of performance and taking corrective action to achieve the organization goal. അതാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ. ഒരു ബിസിനസിന്റെ ആക്ച്വൽ പെർഫോമൻസും ബഡ്ജറ്ററി പെർഫോമൻസ് തമ്മിൽ കമ്പയർ ചെയ്യുകയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കറക്റ്റീവ് ആക്ഷൻസ് എടുത്തുകൊണ്ട് ആ ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുകയും ചെയ്യുന്നതാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് പറയിച്ചാൽ പ്ലാൻ ചെയ്യാൻ വേണ്ടി ആക്ടിവിറ്റീസ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, കാര്യങ്ങൾ നമുക്ക് പ്രീ ഡിറ്റർമൈൻഡ് ഉണ്ടായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പം അതുപോലെ തന്നെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഒക്കെ ഒഴിവായിക്കൊണ്ട് നമ്മൾ പറഞ്ഞില്ല പ്ലാൻ ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ വെച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഒപ്പം നമ്മുടെ പെർഫോമൻസ് ആക്ച്വലും ബഡ്ജറ്റും വെച്ചിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യുന്നതുകൊണ്ട് പെർഫോമൻസ് ഇവാലുവേഷൻ ചെയ്യാൻ സാധിക്കും. കറക്റ്റായിട്ട് നമുക്ക് ഈ റിസോഴ്സസ് എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ഒപ്പം നല്ല രീതിയിൽ ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് പെർഫോമൻസിനേക്കാൾ കൂടുതലാണെങ്കിൽ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോട്ടിവേഷനും കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ എൻകറേജ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി നമുക്ക് സാധിക്കും. കാരണം നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടുതലാണ് പോകണമെങ്കിൽ അതിനനുസരിച്ച് ഡിസിഷൻ എടുക്കാം, കുറവാണെങ്കിൽ അതിനനുസരിച്ച് ഡിസിഷൻ എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പ്രോഫിറ്റ് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമൈസ് ചെയ്ത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബഡ്ജറ്റ് നമ്മൾ നടപ്പിലാക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏർലി തന്നെ ഡിറ്റക്ട് ചെയ്യുകയും അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ആ വേരിയൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും ബഡ്ജറ്ററി കൺട്രോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി അടുത്തതായിട്ടുള്ള രണ്ടെണ്ണമാണ് പെർഫോമൻസ് ബഡ്ജറ്റും
അതുപോലെ തന്നെ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാനുള്ളത് പെർഫോമൻസ് ബഡ്ജറ്റിംഗ് എന്താണെന്നുള്ളതാണ്. നോക്കൂ, പെർഫോമൻസ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബഡ്ജറ്റിംഗ് സിസ്റ്റം. എന്താണ് പെർഫോമൻസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ ബഡ്ജറ്റ് സിസ്റ്റം ദാറ്റ്സ് ലിങ്ക് ഇൻ ദ ഫൈനാൻഷ്യൽ റിസോഴ്സ് വിത്ത് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. ഒരു ബിസിനസിനെ ഫൈനാൻഷ്യൽ റിസോഴ്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിംഗ് സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പെർഫോമൻസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്, പ്രോഗ്രാംസ് ആൻഡ് പെർഫോമൻസ് മെഷർ. ഇതിൽ ബഡ്ജറ്റിംഗിൽ സ്പെസിഫിക്കൽ ഒബ്ജക്റ്റീവ് ഉണ്ടാവും, പ്രോഗ്രാംസ് ഉണ്ടാവും, പെർഫോമൻസ് മെഷേഴ്സ് ഉണ്ടാവും. ഇറ്റ് ഈസ് എംപസൈസ് ദ റിസൾട്ട്സ് ഓർ ഔട്ട്പുട്ട് അച്ചീവ് റാദർ ദാൻ മിയർലി ദ എമൗണ്ട് സ്പെൻഡ്. എമൗണ്ട് എത്ര സ്പെൻഡ് ചെയ്യുന്നില്ല, എത്ര അച്ചീവ് ചെയ്തു, എന്താണ് നമുക്ക് നേടിയത് എന്നിനെയാണ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ് നമ്മൾ നോക്കുക. അപ്പൊ കൂടുതലായിട്ടും റിസൾട്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നോക്കുന്നത്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കോസ്റ്റ് ടു പെർഫോമൻസ്. എന്താ കോസ്റ്റ് എത്ര പെർഫോമൻസിലോട്ട് എന്ത് ചെയ്യുക നീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതായിരിക്കും നോക്കുക. എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ് ഇത് മെഷർ ചെയ്യും. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റും പബ്ലിക് സെക്ടേഴ്സിലൊക്കെയാണ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇത് അക്കൗണ്ടബിലിറ്റിയും ഇവാലുവേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത് ഓവറോൾ എന്ത് ചെയ്യുക, ഒരു റിസോഴ്സ് യൂട്ടിലൈസേഷൻ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അക്കൗണ്ടബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പെർഫോമൻസ് ഇവാലുവേഷനും പ്ലാനിങ്ങിനെയും പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ZBB ആണ്. സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ZBB. എന്താ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ബഡ്ജറ്റിംഗ് ടെക്നിക് ഇൻ വിച്ച് എവറി ബഡ്ജറ്റ് ഐറ്റം മസ്റ്റ് ജസ്റ്റിഫൈഡ് ഫ്രം ദി സ്ക്രാച്ച് ഫോർ ഈച്ച് ന്യൂ ബഡ്ജറ്റ് പീരീഡ്. എന്തായിരിക്കും? ഇതൊരു ബഡ്ജറ്റിംഗ് ടെക്നിക്സ് ആണ്. എല്ലാ ബഡ്ജറ്റിൽ നിന്നും സ്ക്രാപ്പിൽ നിന്ന് സീറോയിൽ നിന്ന് വീണ്ടും തുടങ്ങി പോകുന്ന ഒരു ബഡ്ജറ്റാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ബഡ്ജറ്റിന്റെ ബേസ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. സീറോ ബേസ് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ പ്രീവിയസ് ബഡ്ജറ്റ് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് നമ്മൾ എടുക്കില്ല. അങ്ങനെയുള്ള ബഡ്ജറ്റിനെയാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ZBB എന്ന് പറയാം. അപ്പോൾ ഓരോ ആക്ടിവിറ്റിയും ക്രിറ്റിക്കലി എക്സാമിൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് നോക്കുക. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അപ്രൂവലോ പാസ്റ്റ് എക്സ്പെൻഡിച്ചേഴ്സോ ഒന്നും നമ്മൾ ഇവിടെ എടുക്കില്ല. റിസോഴ്സ് ഒക്കെ എന്തായിരിക്കും നമ്മളുടെ നീഡും പ്രയോറിറ്റിക്ക് അനുസരിച്ച് ന്യൂ ആയിട്ടായിരിക്കും അലോക്കേറ്റ് ചെയ്യുക. ഇവിടെ കോസ്റ്റ് റിഡക്ഷനും എഫിഷ്യൻസിനെ ആയിരിക്കും കൂടുതൽ എന്ത് ചെയ്യുക, സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ഫോക്കസ് ചെയ്യുക. അതാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് നമുക്ക് വെറുതെ ചെയ്യാൻ പറ്റില്ല. അതിന് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമ്മൾ പറയുന്നത്. സീറോ ബേസ്ഡ് ബഡ്ജറ്റിന് ആദ്യത്തെ സ്റ്റെപ്പാണ് ഏതൊക്കെയാണ് നമ്മുടെ യൂണിറ്റ്സ് എന്നുള്ളത്. യൂണിറ്റ്സ് ഓഫ് ഡിസിഷൻ ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ഡിസിഷൻ യൂണിറ്റ്സ് എന്നുള്ളതാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിങ്ങിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു പാക്കേജ്, ഇറ്റ്സ് ഡെവലപ്പ് എ ഡിസിഷൻ പാക്കേജ് ഫോർ ഈച്ച് ആക്ടിവിറ്റി. ഓരോ ആക്ടിവിറ്റീസിനും ആവശ്യമുള്ള ഒരു പാക്കേജ് നമ്മൾ ഡെവലപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ റിസ്ക് ഡിസിഷൻ പാക്കേജ് നമ്മൾ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, റിസോഴ്സിനെ പ്രയോറിറ്റി ബേസിൽ അലോക്കേറ്റ് ചെയ്യും. അതിനുശേഷം ഫൈനൽ നമ്മൾ എന്ത് ചെയ്യും, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഒഴിവാക്കാൻ സാധിക്കും. കോസ്റ്റ് കോൺഷ്യസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. നമുക്ക് എഫിഷ്യൻസി ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യാനും മാനേജറിയൽ പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടും സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്നാൽ നല്ല ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള അനാലിസിസും ഡോക്യുമെന്റേഷനും ആവശ്യമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഇൻകർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ZBB അല്ലെങ്കിൽ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമുക്ക് ബഡ്ജറ്റ്, അതിന്റെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് റേഷ്യോ അനാലിസിസ്? വാട്ട് ഈസ് റേഷ്യോ അനാലിസിസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആൻഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. തന്നിരിക്കുന്ന റേഷ്യോന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് റേഷ്യോ അനാലിസിസ് എന്നുള്ളത് നമുക്ക് നോക്കണം. വാട്ട് ഈസ് റേഷ്യോ അനാലിസിസ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് റേഷ്യോ അനാലിസിസ് എന്നുള്ളത്? പലതരത്തിലുള്ള റേഷ്യോ അനാലിസിസ് ഉണ്ട്. അതിൽ ഒന്നാണ് കറണ്ട് റേഷ്യോ, അതുപോലെ തന്നെ നമ്മുടെ ക്വിക്ക് റേഷ്യോ, അങ്ങനെ പലതരത്തിലുള്ള റേഷ്യോ അനാലിസിസ് നമുക്കുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എവിടെ നോക്കാം, നമ്മുടെ എന്താണ് റേഷ്യോ അനാലിസിസ് എന്ന് നോക്കാം. റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കാണ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് നമ്മൾ എന്താണ് രണ്ട് അക്കൗണ്ടിങ് ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത്, റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് ഒരു ഫേമിന്റെ ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി, എഫിഷ്യൻസി,
ഓവറോൾ ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഇതൊക്കെ മെഷർ ചെയ്യുന്നതിന് എന്താണ് ആപ്റ്റ് ആയിട്ടുള്ളതായിരിക്കും റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു മാനേജ്മെന്റിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന് അല്ലെങ്കിൽ അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ എന്താ ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടി അവരുടെ ഫൈനാൻഷ്യൽ പൊസിഷനും ബിസിനസ്സിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ റേഷ്യോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒന്നാണ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. നമ്മുടെ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റിനെയും കൂടി എന്ത് ചെയ്യാണ് കമ്പാരിസൺ ചെയ്തുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റേഷ്യോ ആണ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ്സിന് അതിന്റെ ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസ് കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് എത്രമാത്രം അതിന്റെ കറണ്ട് അസറ്റ്സ് കാര്യങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കറണ്ട് റേഷ്യോയിൽ നമ്മൾ നോക്കുന്നത്. 2:1 കറണ്ട് അസറ്റ് 2 ഉണ്ടെങ്കിൽ അതിന്റെ ലയബിലിറ്റി എന്നാണ് 1 ആയിരിക്കും. 2:1 ആണ് ഐഡിയൽ ആയിട്ടുള്ള ഏറ്റവും നല്ല കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. എങ്ങനെ കറണ്ട് റേഷ്യോ കാണുക? കറണ്ട് അസറ്റിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? കറണ്ട് ലയബിലിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്താണ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞത്? ഷോർട്ട് ടൈം സോൾവൻസി, ഒരു ബിസിനസിന്റെ ഷോർട്ട് ടൈം സോൾവൻസിയെ കാണിക്കുന്നതാണ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഒരു മിനിറ്റ് കേട്ടോ. നമ്മൾ പറഞ്ഞു ഒരു ബിസിനസിന്റെ ഷോർട്ട് ടൈം ആയിട്ടുള്ള സോൾവൻസിയെ കാണിക്കുന്നതാണ് നമ്മുടെ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇത് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ക്രെഡിറ്റേഴ്സിനെ ഫേമിന്റെ എബിലിറ്റി കാര്യങ്ങൾ എത്രയുണ്ട്, കറണ്ട് അസറ്റ് എത്രയുണ്ട്, കറണ്ട് ഡെപ്റ്റ് എത്രയുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അസസ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഹയർ ആയിട്ടുള്ള റേഷ്യോ കാണിക്കുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എന്തുണ്ടായിരിക്കും? ലിക്വിഡിറ്റി ഉണ്ട്. ഐഡിയൽ ആയിട്ടുള്ള 2:1 ആണ്. അത് മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് നല്ല എന്ത് ചെയ്യാണ്ട് ബെറ്റർ പൊസിഷൻ ഓഫ് ലിക്വിഡിറ്റി ഉണ്ട് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഹൈ റേഷ്യോ മേ ഇൻഡിക്കേറ്റ്സ് ഐഡിയൽ ഫണ്ട്സ് ഓർ ഇൻസഫിഷ്യന്റ് യൂസ് ഓഫ് അസറ്റ്. നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ 2:1 പറഞ്ഞു, നമുക്ക് ഒരു 2.1 അല്ലെങ്കിൽ 3:1 ഒക്കെ നമുക്ക് പറയാം. ഒരുപാട് എമൗണ്ട് നമ്മൾ വെറുതെ എന്ത് ചെയ്യുക നമ്മുടെ ബിസിനസ്സിന് അസറ്റിൽ ടൈപ്പായി കിട്ടിക്കാൻ നമ്മൾ ഫണ്ട് പ്രോപ്പർ യൂസ് ചെയ്യുന്നില്ല. അത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി 1:1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലിക്വിഡിറ്റി പ്രോബ്ലം ഉണ്ട്, നമ്മൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുക, ബിസിനസ്സിന് ക്യാഷിന്റെ പ്രശ്നം നല്ലോണം ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള എന്ത് ചെയ്യാൻ പറ്റും? അസസ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? കറണ്ട് റേഷ്യോ ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഒരു റേഷ്യോയാണ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ റേഷ്യോ ആണ് ക്വിക്ക് റേഷ്യോ അഥവാ അസറ്റ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ക്വിക്ക് അസറ്റ്സും അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റി ഇത് തമ്മിലാണ് കമ്പാരിസൺ. ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ സാധിക്കുന്നത്. അതായത് കറണ്ട് അസറ്റിൽ നിന്ന് നമ്മൾ എന്ത് കുറച്ചാൽ മതി? സ്റ്റോക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ക്വിക്ക് അസറ്റ് നമുക്ക് കിട്ടും. അപ്പൊ ഈ ക്വിക്ക് അസറ്റിനെ കറണ്ട് ലയബിലിറ്റിയോട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ക്വിക്ക് റേഷ്യോ നമുക്ക് കിട്ടും. അപ്പൊ ക്വിക്ക് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റ്സ് മൈനസ് ഇൻവെന്ററി ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? ക്വിക്ക് അസറ്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു കമ്പനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ലയബിലിറ്റീസ് കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ക്വിക്ക് റേഷ്യോ കൊണ്ട് നമ്മൾ നോക്കാം. അതായത് നാളത്തെ ഒരു പേയ്മെന്റ് കൊടുക്കാൻ സാധിക്കുന്നുള്ളത്. 1:1 ആണ് എന്തെന്ന് പറഞ്ഞാൽ ഐഡിയൽ ആയിട്ടുള്ള ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എന്താണ് ഒരു സ്ട്രെയിറ്റൻ ടെസ്റ്റ് നമുക്ക് നോക്കാൻ പറ്റും. കറണ്ട് റേഷ്യോയിൽ നിന്ന് നമുക്ക് എന്ത് പറ്റും? ഒന്നും കൂടി എന്ത് ചെയ്യാം? മോസ്റ്റ് ഇപ്പം നമുക്ക് ഇമ്മീഡിയറ്റ് ഒരു പേയ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ള സ്ട്രെയിറ്റൻഡ് ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ലിക്വിഡിറ്റി റേഷ്യോ നമുക്ക് അസറ്റ് ടെസ്റ്റ് റേഷ്യോ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഇതിൽ ഇൻവെന്ററിയും അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒഴിവാക്കുന്നത് കൊണ്ട് തന്നെ ക്വിക്കലി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ക്വിക്ക് റേഷ്യോ വരുന്നത്. അതുകൊണ്ട് തന്നെ ക്വിക്ക് ക്യാഷിന് എത്ര ലിക്വിഡിറ്റി പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഫേമിന് ഇമ്മീഡിയറ്റ് എത്ര ഡെപ്റ്റ് പേയിങ് കപ്പാസിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ബാങ്കേഴ്സിനെ ഷോർട്ട് ടൈം ക്രെഡിറ്റേഴ്സിനെയൊക്കെ സംബന്ധിച്ച് ഇത് വളരെ യൂസ്ഫുൾ ആണ് ഫണ്ട് കൊടുക്കുന്നതിന് മുമ്പ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടുള്ള ക്വിക്ക് റേഷ്യോസിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പാണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. നമുക്ക് 4 ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോന്നിനും 5 മാർക്ക് വെച്ചിട്ടാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഇതിൽ ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. എന്താ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ? The net profit ratio shows the percentage of net profit earned on sales. പ്രോഫിറ്റിലെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് സെയിൽസിലൂടെ നമ്മൾ ഏൺ ചെയ്തതും അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ പ്രോഫിറ്റബിലിറ്റിയും തമ്മിൽ കമ്പാരിസൺ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 എന്നുള്ളതാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കും. സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറച്ച് കഴിഞ്ഞാൽ നെറ്റ് സെയിൽസ് കിട്ടും. അത് ഇൻറ്റു 100 അപ്പം കിട്ടുന്നതായിരിക്കും നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഒരു ബിസിനസിന്റെ ഏണിംഗ് എഫിഷ്യൻസി മെഷർ
ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് അതേപോലെ തന്നെ ഹൗ മച്ച് പ്രോഫിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക ഓരോ റുപ്പീസ് സെയിൽസ് നടത്തുമ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പ്രോഫിറ്റബിൾസ് നമുക്ക് ഡിഫറെൻറ്റ് പീരീഡ്സ് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഹയർ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് നല്ല ഓപ്പറേഷണൽ എഫിഷ്യൻസി ഉണ്ട് എന്നുള്ളതായിരിക്കും. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സിനും മാനേജ്മെന്റിനും ഒക്കെ എന്ത് ചെയ്യുക നമ്മുടെ ബിസിനസിന്റെ പെർഫോമൻസ് അസസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെയാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞത്. ആൻഡ് ലാസ്റ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അതായത് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ നമുക്ക് എത്ര റിട്ടേൺ കിട്ടുന്നുണ്ട് എന്ന് മെഷർ ചെയ്യുന്നതാണ് ROI റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് നിന്ന് നമുക്ക് എത്ര റിട്ടേൺ കിട്ടി. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അല്ലേ, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറഞ്ഞത് 6000 ആയിരുന്നു, ക്യാപിറ്റൽ എംപ്ലോയിഡ് ചെയ്തത് 50000 ആയിരുന്നു, അതേ ഇൻറ്റു 100 എന്നൊക്കെ പറഞ്ഞിട്ട് അത് എത്രയാണ് വരുന്നത് ആ ഒരു ഇതൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾസ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് മാർക്ക് കൂട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓവറോൾ എഫിഷ്യൻസി നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തതിലെ ഓവറോൾ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ മാനേജ്മെന്റ് പെർഫോമൻസ് ഒക്കെ എന്ത് ചെയ്യുക ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യുക ഇതിന്റെ പ്രോഫിറ്റബിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണോ വേണ്ടെന്നുള്ള ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി അതിന്റെ പ്രോഫിറ്റബിലിറ്റി ബേസിൽ കമ്പാരിസൺ ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കാണിക്കുക നമ്മൾക്ക് എന്താ കറക്റ്റ് ആയിട്ടുള്ള റിസോഴ്സസ് കാര്യം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, നല്ല പ്രോഫിറ്റബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയും ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയും ഈ റേഷ്യോസ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റേഷ്യോ അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ബാലൻസ് ആയിട്ടുള്ളൂ. അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. നമ്മളുടെ അക്കൗണ്ടിങ്ങിലുള്ള എമർജിങ് ട്രെൻഡ്സ് നമ്മുടെ ലാസ്റ്റ് ബ്ലോക്കിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. എമർജിങ് ട്രെൻഡ്സിൽ ഒന്നാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എമർജിങ് ട്രെൻഡ്സിൽ ഒന്നാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. അതിൻ്റെ മേജർ ഡെവലപ്മെന്റ്സ് എന്തുണ്ട് HR അക്കൗണ്ടബിലിറ്റിയിലോട്ട് ലീഡ് ചെയ്തത് അതെന്തൊക്കെയാണ്, അതിൻ്റെ മേജർ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ്. ഒപ്പം കോസ്റ്റ് ബേസ്ഡ് മെത്തേഡ് ഓഫ് HRA എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്താണ്, കോസ്റ്റ് ബേസ്ഡ് HRA, ഈ 3 കാര്യമാണ് നമുക്ക് ഇതിലൂടെ നോക്കാനല്ലേ. അപ്പം അതിൽ ആദ്യം ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് മെഷറിങ് ആൻഡ് റിപ്പോർട്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഹ്യൂമൻ റിസോഴ്സ് ടു ഇൻട്രസ്റ്റഡ് പാർട്ടി. പണ്ടൊക്കെ നമ്മൾ അക്കൗണ്ടിങ്ങിൽ എന്തായിരുന്നു ഫൈനാൻഷ്യൽ ക്യാരക്ടറുള്ള ട്രാൻസാക്ഷൻസ് മാത്രം എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആവശ്യമായി നമ്മൾ എന്തിനു ഒഴിവാക്കുന്നുള്ളത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയി വരികയും അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് നമ്മൾ എന്തിനാണ് കറക്റ്റ് ആയിട്ട് അതിന് ഇൻട്രസ്റ്റ് ഉള്ള പാർട്ടീസ് നമ്മൾ അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുകയും വേണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് HR അഥവാ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സാർ പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് സാർ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു എല്ലാം. സാർ പ്ലീസ് ഫണ്ടമെന്റൽസ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ക്ലാസ് വേണം പ്ലീസ് സാർ. ഓക്കെ, നമുക്ക് മാക്സിമം നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ക്ലാസ് നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റിലോട്ട് കാര്യങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ അത് പറഞ്ഞു. ഇനി നമ്മളുടെ അക്കൗണ്ടിങ് അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ AAA ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് മെഷറിംഗ് ഡാറ്റ അബൌട്ട് ദ ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദിസ് ഇൻഫർമേഷൻ ടു ഇൻട്രസ്റ്റഡ് പാർട്ടി. ഇതാണ് എന്തെന്ന് പറയുന്നത് HRA എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഇതിൽ ഉണ്ടായിരുന്ന മേജർ ഡെവലപ്മെന്റ്സ്, HR അക്കൗണ്ടബിലിറ്റിയിലോട്ട് മാറ്റിയിട്ടില്ല അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന മേജർ ഡെവലപ്മെന്റ്സ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. The concept of HRA emerged due to several developments in the modern business management. അതായത് ഈ HRA വന്നത് എന്തുകൊണ്ടാണ്, നമ്മളുടെ ഈ അക്കൗണ്ടിങ്ങിലുള്ള മാനേജ്മെന്റ് ഉണ്ടാകുന്ന കുറെ ചേഞ്ചസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് റെക്കഗ്നിഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് അസറ്റ്. പണ്ടൊക്കെ ഹ്യൂമൻ റിസോഴ്സിനെ വലിയ രീതിയിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കിട്ടുക എന്നുള്ളത് വളരെ പ്രശ്നം നേരിടുന്ന ഒരു കാര്യമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സിനെ കമ്പനീസ് ഇന്ന് എന്തായി ഒരു അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ റെക്കഗ്നൈസ് ചെയ്തു തുടങ്ങി. അത് തന്നെയാണ് ഫസ്റ്റത്തെ മേജർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇൻ ട്രഡീഷണൽ അക്കൗണ്ടിങ് ഇറ്റ്സ് ട്രീറ്റ് ആസ് ദ എക്സ്പെൻഡിച്ചർ ഓൺ എംപ്ലോയീസ് ആസ് എക്സ്പെൻസ്. ഒരു എക്സ്പെൻഡിച്ചർ ആയിട്ടായിരുന്നു നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്.
എന്നാൽ മോഡേൺ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, അവരൊരു വാല്യുബിൾ അസറ്റ്സ് ആവുകയും അവർ ആ ഒരു ബിസിനസിന്റെ പ്രോഡക്ടിവിറ്റിക്കും പ്രോഫിറ്റബിലിറ്റിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ റെക്കഗ്നൈസ് ചെയ്തു. അതാണ് ഒന്നാമത്തെ ഈ ഒരു HR വരാനുള്ള കാരണം. അതായത് നമ്മൾ നോക്കണം, മേജർ ഡെവലപ്മെന്റ്സ് ലീഡിങ് ടു HR അക്കൗണ്ടബിലിറ്റി ആണോ. HR കൊണ്ടുവരുന്നല്ലേ, HR അക്കൗണ്ടിങ് വന്ന് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് വരാൻ കാരണമായ ഡെവലപ്മെന്റ്സ് ആണ് ചോദിച്ചത്. ആ രീതിയിൽ വേണം ആൻസർ ചെയ്താൽ. 2, ഗ്രോത്ത് ഓഫ് നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്. നമ്മുടെ IT സർവീസ് മേഖലകളിലൊക്കെ ടെക്നോളജി ഇൻഡസ്ട്രീസിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഹ്യൂമൻ സ്കിൽസും നോളജും നിർബന്ധമായിട്ട് വന്നു. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ മോർ ഇമ്പോർട്ടൻ്റ് ആയി മാറി നമ്മുടെ ഫിസിക്കൽ അസറ്റിനേക്കാൾ കൂടുതൽ. അതാണ് മറ്റൊരു കാര്യം. പിന്നെ ഡെവലപ്മെന്റൽ ബിഹേവിയർ സയൻസ് ആണ്. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ OB കൂടുതൽ എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എംപ്ലോയീസിന് മോട്ടിവേഷൻ, അവരുടെ സ്കിൽ, അവരുടെ കമ്മിറ്റ്മെന്റ് ഏതൊരു ബിസിനസിന്റെയും ഗ്രോത്തിന് ആവശ്യമാണ്. അത് എന്തിലോട്ട് നയിച്ചു, ഹ്യൂമൻ റിസോഴ്സിനെ മെഷർ ചെയ്യണം, അവരെ പരിഗണിക്കണം, അവരൊരു നമ്മുടെ ഒരു ബിസിനസ് സംബന്ധിച്ച് ഏറ്റവും വലിയ അസറ്റ് അതാണ് എന്നുള്ളൊരു ചിന്തയിലോട്ട് വന്നു. അതാണ് മൂന്നാമത്തെ മേജർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞത്. പിന്നെ മാനേജറിയൽ ഡിസിഷൻസ് നമുക്ക് ബെറ്റർ ആക്കണം എന്നുള്ള ചിന്താഗതി. അതായത് മാനേജേഴ്സിന് എന്ത് ചെയ്യാം, ഈ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ ആവശ്യമാണ്. റിക്രൂട്ട്മെന്റിന്റെ ആയിരിക്കാം, ട്രെയിനിങ്ങിന്റെ ഡെവലപ്മെന്റോ റീടെൻഷൻ കോസ്റ്റ് ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ HR എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറി. ഇനി ഇൻവെസ്റ്റ്മെന്റ് ഇൻ എംപ്ലോയീസ്, ഇൻക്രീസിങ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എംപ്ലോയീസ്. ഇന്ന് എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് ഡെവലപ്മെന്റ് ഒക്കെ എന്ത് ചെയ്യാം കൂടി, അവർ കൊടുക്കുന്ന വെൽഫെയർ കാര്യം, അപ്പോൾ എന്ത് ചെയ്യും, അതിനെ കൃത്യമായിട്ട് അക്കൗണ്ടബിളിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അതാണ് മറ്റൊരു കാര്യം. പിന്നെ ഡിമാൻഡ് ഫോർ ദ കോർപ്പറേറ്റ് CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടി. അതായത് സ്റ്റേക്ക് ഹോൾഡർ ഇൻക്രീസിംഗ്ലി എക്സ്പെക്ട് ഓർഗനൈസേഷൻ ടു ഡിസ്ക്ലോസ് ഇൻഫർമേഷൻ അബൌട്ട് ദ വർക്ക് ഫോഴ്സ്. അവരുടെ വർക്ക് ഫോഴ്സിന്റെ കാര്യങ്ങളൊക്കെ പബ്ലിക്കലി എന്ത് ചെയ്യുക, അവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിർബന്ധിതമായി. ഇത് HR കുറച്ചുകൂടി ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റിയും കൊണ്ടുവന്നു. അതുകൊണ്ട് HR എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്തു. പിന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ തിയറി എന്ത് ചെയ്തു, അതിന്റെ ഗ്രോത്ത്. പണ്ട് നമുക്ക് ഹ്യൂമൻ ക്യാപിറ്റൽ തിയറി ഇത്ര വലിയ ഗ്രോത്ത് ഉണ്ടായില്ല, അവരൊരു ക്യാപിറ്റലായിട്ടൊന്നും അല്ലെങ്കിൽ അസറ്റ് ആയിട്ട് എടുത്തില്ല. പിന്നെ ഈ ഒരു തിയറി പോപ്പുലർ ആയപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രോത്ത് ആണ് ഇന്നത്തെ ഈ HR നയിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൽ കാരണമായിട്ടുള്ള ഇതിന്റെ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ഇന്ന് കാണുന്ന രീതിയിൽ ഡെവലപ്പ് ആവാനുള്ള റീസൺസ് എന്ന് പറയുന്നു കേട്ടോ. ഇനി നമ്മളോട് അതിൽ മൂന്നാമത്തെ ചോദ്യം, അതിൽ ഫസ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞത് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, പിന്നെ ഡിസ്കസ് ദ മേജർ ഡെവലപ്മെന്റ്സ് ഇൻ HR അക്കൗണ്ടിങ്. മൂന്നാമത് എക്സ്പ്ലെയിൻ ദ കോസ്റ്റ് ബേസ്ഡ് മെത്തേഡ് ഓഫ് HR. ഏതൊക്കെയാണ് കോസ്റ്റ് ബേസ്ഡ് മെത്തേഡ് എന്നുള്ളത് നോക്കൂ. കോസ്റ്റ് ബേസ്ഡ് മെത്തേഡ്സ് മെഷർ ദ ഹ്യൂമൻ റിസോഴ്സ് ഓൺ ദ ബേസ് ഓഫ് കോസ്റ്റ്. കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഹ്യൂമൻ റിസോഴ്സിനെ മെഷർ ചെയ്യുക. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡിൽ എല്ലാ കോസ്റ്റും, അതായത് ഒരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടി, അയാളെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി, ഹയറിങ്ങിന് വേണ്ടി, ട്രെയിനിങ്ങിന് വേണ്ടി അയാളെ ഡെവലപ്പ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന ആ എമൗണ്ട് മൊത്തം നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. അതിന് നമ്മളൊരു ഹ്യൂമൻ റിസോഴ്സിലെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ റിക്രൂട്ട്മെന്റ് കോസ്റ്റ്, സെലക്ഷൻ കോസ്റ്റ്, പ്ലേസ്മെന്റ് കോസ്റ്റ്, ഓറിയന്റേഷൻ കോസ്റ്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് നമ്മൾ എടുക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ ഹ്യൂമൻ അസറ്റ്സ് ഒക്കെ ആക്ച്വൽ കോസ്റ്റ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യും. എല്ലാ കോസ്റ്റും നമ്മൾ അമോർട്ടൈസ് ചെയ്യും. ഓരോ എക്സ്പെക്റ്റഡ് സർവീസ് ലൈഫിൽ എത്ര വർഷം ആ എംപ്ലോയി ഉണ്ട്, ആ സർവീസ് എംപ്ലോയിലെ ആ ടൈമിലൂടെ നമ്മൾ അമോർട്ടൈസ്ഡ് ചെയ്യും. അപ്പോൾ ഇത് സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്ന ആക്ച്വൽ എക്സ്പെൻഡിച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള വെരിഫൈഡ് ആയിട്ടുള്ള ഒന്നായിരിക്കും ഈ ഒരു ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്നാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയിന്റെ വാല്യൂ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി ഇതിന് സാധിക്കില്ല. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഏണിംഗ് പൊട്ടൻഷ്യലെയും എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നതും ഇതിനെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നില്ല, അത് ഇഗ്നോർ ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. മറ്റൊന്നാണ് റീപ്ലേസ്മെന്റ് കോസ്റ്റ്. രണ്ടാമത്തെ മെത്തേഡാണ് റീപ്ലേസ്മെന്റ് കോസ്റ്റ്. 4 മെത്തേഡാണല്ലേ, അതിൽ രണ്ടാമത്തെ മെത്തേഡാണ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. Under this method, the value of human resource is determined by estimating the cost required to replacing existing employee. ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്ന് പറയുന്ന ഒരു എംപ്ലോയി ഉണ്ട്. അയാളെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റീപ്ലേസിന് എത്ര കോസ്റ്റ് വരുന്നു എന്നതിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നോക്കും. അപ്പോൾ അതിന് സിമിലർ എംപ്ലോയീസിൽ ആ ഇക്വൽ സ്കില്ല് ഒരാൾ അവിടോട്ട് വരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസ് ഒരാൾ വരുമ്പോൾ നമുക്ക് എത്ര കോസ്റ്റ് വരും എന്നുള്ളതിനെ ബേസ് ചെയ്ത് നമ്മൾ നോക്കൽ തുടങ്ങി. ഇവിടെ റിക്രൂട്ട്മെന്റ് എക്സ്പെൻസും, സെലക്ഷൻ എക്സ്പെൻസും, ട്രെയിനിങ് എക്സ്പെൻസും, പിന്നെ പ്രൊഡക്ടിവിറ്റി, അയാളെ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ ഒരു 6 മാസമൊക്കെ ചിലപ്പോൾ ട്രെയിനിങ് കൊടുക്കും. ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന പ്രൊഡക്ടിവിറ്റി ലോസും, ഇതിനെല്ലാത്തിനെയും കൂടി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീപ്ലേസ്മെന്റ് കോസ്റ്റ് മെത്തേഡിൽ നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറണ്ട് മാർക്കറ്റ് കണ്ടീഷൻ നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കും. റിയലിസ്റ്റിക് ആയിട്ടുള്ള എസ്റ്റിമേറ്റ്സ്, എംപ്ലോയീസിന് റിയലിസ്റ്റിക് എസ്റ്റിമേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ
കറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. പിന്നെ റീപ്ലേസ്മെന്റ് എല്ലാ കേസിലും എന്ത് ചെയ്യണം, എല്ലായിടത്തും അവൈലബിൾ ആവണം എന്നില്ല. അതേ സ്കില്ലുള്ള 3 ആളൊക്കെ നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ അത് ഹെവിലി ആയിട്ടുള്ള കാര്യങ്ങൾ, അത് ഇതിൻ്റെ മറ്റൊരു പ്രശ്നമാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡ്, the value employees based on the opportunity foregone by assessing them to a particular department or project. ഒരു particular projectലോ ഡിപ്പാർട്ട്മെന്റിൽ അവരെ അസൈൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ഫോർഗോൺ ചെയ്തു പോകും, നമുക്ക് നഷ്ടമായി പോകുന്ന കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ എന്ത് ചെയ്യുക, ബിഡ് വെക്കും. അപ്പോൾ നമ്മൾ 10 ഡിപ്പാർട്ട്മെന്റും ഒരു എംപ്ലോയി വന്നു, 10 ഡിപ്പാർട്ട്മെന്റും ബിഡ് വെക്കുന്നു. അപ്പോൾ അവർക്ക് സ്കെയർ ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഈ എംപ്ലോയിനെ വേണം. അപ്പോൾ അതിന് ബേസിലായിരിക്കും ബിഡ് വരിക. അപ്പോൾ ഏതാണോ ഹയസ്റ്റ് ബിഡ് വരുന്നത് അവർക്ക് ആ എംപ്ലോയീസിന്റെ, അതായിരിക്കും ആ എംപ്ലോയിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, മാർക്കറ്റിലോട്ട് വരികയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ചുറ്റുള്ള കമ്പനീസ് എല്ലാവരും എന്ത് ചെയ്യുക, എനിക്കൊരു ബിഡ് വെക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് വരുന്നത് ഏതായിരിക്കുന്നോ അതായിരിക്കും എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ ആസ് എൻ എംപ്ലോയി എൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത്. അതാണ് എന്തെന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ആയിരിക്കും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ എംപ്ലോയിന്റെ വാല്യൂ നമ്മൾ നോക്കാം. നമുക്ക് മാനേജർ ഡിസിഷൻ എടുക്കുന്നതിന് സുഖമാണ്, അപ്പോൾ തന്നെ കീ പേഴ്സണിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ സ്കെയർ ആയിട്ടുള്ള എംപ്ലോയീസിന്റെ സിറ്റുവേഷൻസിലും മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. എല്ലാ വർക്ക് ഫോഴ്സും ഇതെന്തല്ല, സ്യൂട്ടബിൾ അല്ല. ഇനിയുള്ളത് ലാസ്റ്റ് മെത്തേഡാണ്. ലാസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മെത്തേഡാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മെത്തേഡിൽ എന്താ ചെയ്യുന്നത്, under this method the predetermined standard costs are established for recruiting, training and development of different category of employee. നമുക്ക് പല കാറ്റഗറി ഓഫ് എംപ്ലോയീസിനാണ്. ബേസിക് ലെവൽ ഉണ്ടാവും, അഡ്വാൻസ് ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സാറിൻ്റെ ക്ലാസ് എത്ര തവണ യൂട്യൂബിൽ വന്ന് നോക്കുന്നു, അത്രയ്ക്കും ഹെൽപ്ഫുള്ളാണ്. ബുക്ക് മൊത്തം നോക്കുന്നതിലും സാറിൻ്റെ ഒറ്റ ക്ലാസ് മതി. ക്യാൻ യു tell me for sure that you will get me as a helpful class please. നമുക്ക് മാക്സിമം നമുക്ക് നോക്കാം. കാരണം നമുക്ക് ഒരുപാട് നിങ്ങൾക്കറിയാം, എജുതാലിം ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇഗ്നോ, STO പോലുള്ള പ്രമുഖ യൂണിവേഴ്സിറ്റികളിലെ ട്യൂഷൻസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെൻ്റർ ആണ് എജുതാലിം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി, നിങ്ങളെ പോലെ തന്നെ നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ റിക്വസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ ഓരോരോ സബ്ജക്ട്സ് കാര്യങ്ങൾ ഇങ്ങനെ മെഗാ ലൈവിലോട്ട് വരുന്നത്. അപ്പോൾ ആ നിങ്ങളുടെ പേപ്പറും നമുക്ക് മാക്സിമം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യും, നമ്മൾ ട്രെയിനിങ്ങിനും ഡെവലപ്മെന്റിനൊക്കെ വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആക്ഷനും കൂടി കമ്പാരിസൺ ചെയ്തുകൊണ്ട് ചെയ്യുന്നൊരു മെത്തേഡാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എംപ്ലോയീസൊക്കെ എന്ത് ചെയ്യും, അവരുടെ കാറ്റഗറി അല്ലെങ്കിൽ ഗ്രേഡിനനുസരിച്ച് ഗ്രൂപ്പ് ചെയ്യപ്പെടും. ഓരോന്നിനും സ്റ്റാൻഡേർഡ് കോസ്റ്റ് അസൈൻ ചെയ്യും. ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റായിട്ട് കമ്പയർ ചെയ്യും. അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള HRAക്ക് കോസ്റ്റ് HR, അതായത് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്ന എന്ത് ചെയ്യാണ്, നമ്മളുടെ ഈ ഒരു HRA ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസിന് കാര്യങ്ങൾ വേണ്ടി എന്തുണ്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൻ്റെ ഒരു സക്സസ്ഫുൾ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതിലൂടെ നിൽക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു സക്സസ്ഫുൾ വേർഡ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വളരെയധികം ഹാപ്പിയാണ്. കാരണം നിങ്ങളുടെ അത്രയും സക്സസ് ആയതുകൊണ്ട്, നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയതുകൊണ്ടാണ് നിങ്ങൾ എന്തിട്ടുള്ളത് നമ്മളെ ഇതിലോട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ ഓരോ റിക്വസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഹാപ്പിയാണ്. നമുക്ക് മാക്സിമം എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്താണെന്നുള്ളതാണ്. വാട്ട് ഈസ് ആക്ടിവിറ്റി? നമുക്ക് ഇനി എത്ര ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് നമുക്ക് നോക്കാനുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോറൻസിക് അക്കൗണ്ടിങ്ങും ഫ്രോഡ് ട്രയാങ്കിളിനെ കുറിച്ചും, അത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് വേറൊരു ക്വസ്റ്റ്യനും ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് നമുക്ക് നോക്കാനുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കറിയാം, ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും. ഏകദേശം നല്ല ടൈം ആയിട്ടുണ്ട്. 2 മണിക്കൂർ നമ്മുടെ സെഷന് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമ്മുടെ ആക്ടിവിറ്റീസ് ബേസ്ഡ് കോസ്റ്റിങ്ങിലോട്ട് നമുക്ക് പോവാം. സോ എന്താണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആൻഡ് ഇറ്റ് ഈസ് കമ്പയർ വിത്ത് ട്രഡീഷണൽ കോസ്റ്റിംഗ് സിസ്റ്റം ആൻഡ് ഡിസ്കസ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്താണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു മോഡേൺ കോസ്റ്റിംഗ് ടെക്നിക്സ് ആണ്. ഇതൊരു മോഡേൺ കോസ്റ്റിംഗ് ടെക്നിക്സ് ആണ്. ഇറ്റ് ഐഡന്റിഫൈ ദ ആക്ടിവിറ്റി പെർഫോംഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് അസൈൻഡ് കോസ്റ്റ് ടു പ്രൊഡക്ട്സ് ഓർ സർവീസ് ബേസ്ഡ് ഓൺ ദ എക്സ്റ്റെന്റ് വിച്ച് പ്രൊഡക്ട്സ് ഓർ സർവീസ് യൂസസ് ദോസ് ആക്ടിവിറ്റി.
ഓരോ ആക്ടിവിറ്റീസിക്ക് എന്തെങ്കിലും നമ്മൾ കുറച്ച് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു 10 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഏതൊക്കെ പ്രൊഡക്റ്റിനാണ് ഈ ആക്ടിവിറ്റീസ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ കോസ്റ്റുകൾ ആ ഒരു പ്രൊഡക്റ്റിലോട്ട് എടുക്കുന്ന ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് മെത്തേഡ് ആണ് എന്ന് പറയുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഹിയർ it's recognized that activities consume resources and products consume activity. Activities resource consume ചെയ്യുന്നു, products എന്ത് ചെയ്യും, activities consume ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഓവർഹെഡ്സ് നമ്മൾ മൊത്തമായിട്ട് കൊടുക്കല്ല, പ്രൊഡക്റ്റ് എത്ര ഉണ്ടോ, എത്ര ആക്ടിവിറ്റി എത്ര പ്രൊഡക്ട്സിന് വേണ്ടിയിട്ടാണ് ഓരോ പ്രൊഡക്റ്റിലും നമ്മൾ അതിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോസ്റ്റിംഗ് മെത്തേഡ് ദാറ്റ്സ് അക്യുമുലേറ്റ് ഓവർഹെഡ് കോസ്റ്റ് ഇൻ ടു ആക്ടിവിറ്റി കോസ്റ്റ് പൂൾസ് ആൻഡ് അസൈൻ ദം ടു പ്രൊഡക്ട്സ് ബേസ്ഡ് ഓൺ അപ്രോപ്രിയേറ്റ് കോസ്റ്റ് ഡ്രൈവേഴ്സ് എന്നുള്ളതാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മെഷീൻ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് സെറ്റപ്പ് എത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെഷീൻ സെറ്റപ്പിൽ നമ്മൾ 10,000 നമ്മൾ രൂപ ചിലവാക്കി, നമുക്ക് 6 മെഷീൻസ് ഉണ്ടായിരുന്നു, ഓരോ മെഷീൻ എത്ര നമ്പർ ഓഫ് സെറ്റപ്പ് ചെയ്തു എന്നതിനനുസരിച്ച് ഓരോന്നിക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്തു. പിന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിങ്, നമ്പർ ഓഫ് മെറ്റീരിയൽ മൂവ്മെന്റ് എത്ര ഉണ്ടായി എന്നുള്ളത് നോക്കും. ഇൻസ്പെക്ഷൻസ്, ഓരോ ഇതിനകത്ത് എത്ര ഇൻസ്പെക്ഷൻ ചെയ്തു എന്നതിനെ ബേസ് ചെയ്ത്. പിന്നെ പർച്ചേസിങ്, എത്ര പർച്ചേസിങ് ഓർഡർ, പർച്ചേസ് റിക്വസിഷൻ ഓരോ ഡിപ്പാർട്ട്മെന്റിനും കൊടുത്തു എന്നുള്ള രീതിയിലാവും. മെഷീൻ ഓപ്പറേഷൻ, എത്ര മെഷീൻ ഹവർ വർക്ക് ചെയ്യിപ്പിച്ചു ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി. ഇതനുസരിച്ച് ഓരോ പ്രൊഡക്റ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ട്രഡീഷണൽ കോസ്റ്റിങ്ങിലെ ഡിഫറൻസ് നോക്കി വെച്ചാൽ നമ്മൾ കോസ്റ്റ് അലോക്കേഷൻ എന്ത് ചെയ്യുക, ഒന്നല്ലെങ്കിൽ 1-2 ബേസിസിലായിരുന്നു നമ്മൾ ട്രഡീഷണൽ കോസ്റ്റിങ്ങിൽ ചെയ്തെങ്കിൽ മൾട്ടിപ്പിൾ കോസ്റ്റ് ഡ്രൈവേഴ്സ് എവിടെയുണ്ട്, നമ്മുടെ ABC കോസ്റ്റിങ്ങിലുണ്ട്. അപ്പോൾ നമ്മൾ ബ്രോഡ്ലി ആയിരുന്നു ഓവർഹെഡ്സ് ഒക്കെ നമ്മൾ ട്രീറ്റ് ചെയ്തെങ്കിൽ ഓരോന്നിനെ ആക്ടിവിറ്റി ബേസ്ഡ് ആണെങ്കിൽ നമ്മൾ ആക്ടിവിറ്റി കോസ്റ്റിംഗ് നമ്മൾ ചെയ്യുക. ഒരു ആക്യുറേറ്റ് ആണെന്ന് 100% ആക്യുറസി എന്തിനുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു 70% ആക്യുറസി ആണ് നമുക്ക് ട്രഡീഷണൽ കോസ്റ്റിംഗ് പറഞ്ഞെങ്കിൽ 90% ആക്യുറസി നമുക്ക് എവിടെ പറയാൻ സാധിക്കും, നമ്മുടെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗിൽ പറയാൻ സാധിക്കും. ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കോസ്റ്റ് സെന്റർ ബേസ് ആയിരുന്നു ട്രഡീഷണൽ കോസ്റ്റ് ചെയ്തെങ്കിൽ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഏത് ചെയ്യുന്നത്, ABC കോസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ കോസ്റ്റ് ഡ്രൈവേഴ്സ് ഇവിടെ ഏതൊക്കെയായിരുന്നു, നമ്മുടെ ട്രഡീഷണൽ എംപ്ലോയീസ് ലേബർ ഹവേഴ്സ്, മെഷീൻ ഹവേഴ്സ് ആണ്. ഇവിടെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പല കോസ്റ്റ് ഡ്രൈവേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ മേ ഡിസ്ട്രോട്ട് ദ പ്രൊഡക്റ്റ് കോസ്റ്റ്, പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് അത് എന്ത് ചെയ്യാൻ ഡിസ്ട്രോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ പ്രൊഡക്റ്റിന്റെ ഒക്കെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കോസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ABC കോസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സിമ്പിൾ ആയിരുന്നു ട്രഡീഷണൽ എങ്കിൽ കോംപ്ലക്സ് ആണ് ABC കോസ്റ്റിംഗ്, അത് നമ്മൾ മനസ്സിലാക്കാം. ട്രഡീഷണൽ മാനുഫാക്ചറിങ് എൻവയോൺമെന്റ്സിലായിരുന്നു ട്രഡീഷണൽ കോസ്റ്റിംഗ് നല്ലത്. ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ള എൻവയോൺമെന്റ് ABC കോസ്റ്റിംഗ് ആണ് നല്ലത്. നമുക്ക് മാനേജ്മെന്റിന്റെ സ്ഥലത്ത് നിന്നൊക്കെ എന്ത് ചെയ്യല്ല, വലിയ ഡിസിഷൻ മേക്കിംഗ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റിനെ കറക്റ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്നത് ഇത് ഹെൽപ്പ് ചെയ്യും. ലെസ് എഫക്റ്റീവ് ആയിരുന്നു കോസ്റ്റ് കൺട്രോളിലെങ്കിൽ ABC കോസ്റ്റിംഗ് ഹൈലി എഫക്റ്റീവ് ആണ്. എവിടെയാണ് നമുക്ക് കോസ്റ്റ് കൂടുതൽ വരുന്നത്, എന്തുകൊണ്ടാണ് വരുന്നത്, കോസ്റ്റ് ഡ്രൈവർ മനസ്സിലാക്കാൻ അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് സോൾവ് ചെയ്യാനും വേണ്ടി നമ്മൾ ABC കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ABC കോസ്റ്റിംഗ് കൂടുതൽ ആക്യുറേറ്റ് ആണ്. പ്രൊഡക്റ്റ് കോസ്റ്റിംഗ് ചെയ്യുമ്പോൾ കോസ്റ്റ് കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും, നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസിനെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനും ബെറ്റർ ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി അനാലിസ് ചെയ്യാനും നമ്മുടെ കോംപ്ലക്സ് പ്രൊഡക്ഷൻ പ്രോസസ് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. ഇതൊക്കെ ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. അപ്പം അതോടൊപ്പം തന്നെ ലിമിറ്റേഷൻ ഉണ്ട്. ഒന്ന്, നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആണ്, നല്ല ടൈം കൺസ്യൂം ആണ്, കോംപ്ലക്സ് സിസ്റ്റം ആണ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഓരോന്നിനെ പ്രൊഡക്റ്റിന്റെ ഓരോ ആക്ടിവിറ്റീസിനെ കുറിച്ച് ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. ചെറിയ ചെറിയ ഓർഗനൈസേഷനൊക്കെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുണ്ട്, കാരണം അവർക്ക് ഈ കോസ്റ്റ് ഒന്നും താങ്ങിയെന്ന് വരില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേഷൻസ് എന്ത് ചെയ്യാൻ അതിന് റിക്വയർഡ് ആണ്. പിന്നെ റെസിസ്റ്റൻസ്, എംപ്ലോയീസിന് കഴിഞ്ഞ് നല്ല റെസിസ്റ്റൻസ്, അവർ ഇത് അംഗീകരിക്കാൻ തയ്യാറാവില്ല. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ABC കോസ്റ്റിംഗ് ഫേസ് ചെയ്യുന്ന അതിന്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ഫോറൻസിക് അക്കൗണ്ടിങ് ആൻഡ് ഡിസ്ക്രൈബ് ദ ഫ്രോഡ് ട്രയാങ്കിൾ ആൻഡ് എക്സ്പ്ലെയിൻ ദ റോൾസ് ഓഫ് പ്രഷർ ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇൻ പ്രിറ്റൈനിങ് ഫ്രോഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്മൾ പ്രിട്രേറ്റിംഗ് ചെയ്യണം ഫ്രോഡിന്. അതെന്താണ് ഫ്രോഡ് ട്രയാങ്കിൾ, എന്താണ് ഫോറൻസിക് അക്കൗണ്ടിങ്. എന്താണ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ്, auditing and investigative skills to examine financial information for use in the legal proceedings and fraud investigation.
ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻസിലോട്ട് എന്താണ് കാര്യങ്ങൾ നമ്മുടെ അക്കൗണ്ടിങ്ങിലും ഓഡിറ്റിങ്ങിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഇൻവെസ്റ്റിഗേഷൻ സ്കിൽ ഉപയോഗിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രോഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലീഗൽ പ്രൊസീഡിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇറ്റ് ഇൻവോൾവ് അനാലിസിങ് ദ ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് ടു ഡിറ്റക്ട് ഫ്രോഡ്സ്. നമ്മുടെ റെക്കോർഡ്സ് ഒക്കെ അനലൈസ് ചെയ്യും, എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് നോക്കും. അതർ എക്കണോമിക് ക്രൈംസ് എന്തെങ്കിലും അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഫോറൻസിക് അക്കൗണ്ടിങ് യൂസ് ചെയ്യും. അക്കൗണ്ടിങ് ഈ ഫോറൻസിക് അക്കൗണ്ട് ഇപ്പോൾ നമുക്ക് ബികോം ഒക്കെ ഫോറൻസിക് അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ സ്കോപ്പാണ്. നിങ്ങൾക്ക് ജോലിയെ കാത്തിരിക്കുന്ന വലിയ സ്കോപ്പുകളുണ്ട്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രോഡ് കണ്ടുപിടിക്കാനും അത് പ്രിവെന്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഫൈനാൻഷ്യൽ ക്രൈംസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എവിഡൻസ് കാര്യങ്ങളും ലീഗൽ പ്രൊസീഡിങ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ലോസും ഡാമേജസും നമുക്ക് നോക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സപ്പോർട്ട് ഇൻ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആൻഡ് ലിറ്റിഗേഷൻ നമുക്കത് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെയാണ് ഫോറൻസിക് അക്കൗണ്ടിങ്ങിന്റെ കാര്യം വരുന്നത്. ഇത് പ്രധാനമായിട്ടും കോർപ്പറേറ്റ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഉപയോഗിക്കാറുണ്ട്, ഇൻഷുറൻസ് ക്ലെയിമിന്റെ കേസിൽ ഉപയോഗിക്കാറുണ്ട്, ടാക്സ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഉപയോഗിക്കാറുണ്ട്, മണി ലോണ്ടറിങ് കേസുകളിൽ ഉപയോഗിക്കും, പിന്നെ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് പാർട്ട്ണർഷിപ്പിൽ ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ട്സിൽ ഉപയോഗിക്കും, സൈബർ ആൻഡ് ഫൈനാൻഷ്യൽ ക്രൈം ഇതിലൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോറൻസിക് അക്കൗണ്ടിങ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാല്ലേ ഫ്രോഡ് ട്രയാങ്കിളിനെ കുറിച്ചാണ്. ഫ്രോഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ദ ക്രിമിനോളജിസ്റ്റ് ഡൊണാൾഡ് ആർ ക്രൈസി ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫ്രോഡ് ട്രയാങ്കിൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലൂടെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു ഇൻഡിവിജ്വലിനെ ഒരു ഫ്രോഡ് ചെയ്യുന്നതിലോട്ട് വേണ്ടിയിട്ട് ലീഡ് ചെയ്യുന്നത്. എന്താണ് ഒരു ഇൻഡിവിജ്വൽ, ഇപ്പം ഞാനൊരു ഫ്രോഡ് ചെയ്യുക, ഒരു ഫൈനാൻഷ്യൽ ഫ്രോഡ് ചെയ്യുന്നതിൽ എന്തൊക്കെയാണ് എന്നെ ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫ്രോഡ് ട്രയാങ്കിളിലൂടെ പറഞ്ഞത്. ഇതിൽ 3 ട്രയാങ്കിൾസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ട്രയാങ്കിളിൽ എന്താണ്, ഓപ്പർച്യൂണിറ്റി, പ്രഷറും റിയലൈസേഷനും ആണ് എന്തിലോട്ട് നയിക്കുന്നത്. എനിക്കുണ്ടാവുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? 3 കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് പ്രഷർ, ഓപ്പർച്യൂണിറ്റി, റിയലൈസേഷൻ. അതാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, എന്നെ ആ ഒരു ക്രൈം ചെയ്യുന്നതിലോട്ട് നയിക്കുന്നത് എന്നാണ് പറഞ്ഞത്. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫൈനാൻഷ്യൽ പേഴ്സണൽ പ്രശ്നങ്ങളാണ്. അത് എന്തിനാ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഡെപ്റ്റോ, ഗാംബ്ലിംഗ് ലോസ്, അങ്ങനെ ആ ഒരു പ്രഷർ എന്ത് ചെയ്യാം, എന്നെ ഈ ഒരു ഫ്രോഡ് ചെയ്യുന്നതിലോട്ട് നയിക്കാം. അല്ലെങ്കിൽ പേഴ്സണൽ അതാവാം. പിന്നെ ഒന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി ആണ്. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻസ് ആണ്. എൻ്റെ സിറ്റുവേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ എന്നെ ആ ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യുന്നതിൽ നയിക്കാം. അതിന്റെ കോസസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് വരുമ്പോൾ റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. അതൊക്കെയാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. ഒന്ന് ഓപ്പർച്യൂണിറ്റി, ഒന്ന് പ്രഷർ, ഒന്ന് റിയലൈസേഷൻ. ഇതൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കാം, എന്നെ ആ ഒരു ക്രൈം ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാം, ഐ ആം ഓൺലി ബോറോവിങ് ദ മണി, എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്, എന്താ ഇപ്പം ഞാൻ ചെയ്യുക, എല്ലാവരും നന്നായിട്ട് ചെയ്യും, ഞാൻ ചെയ്യുന്നില്ല, അങ്ങനത്തെ റിയലൈസേഷനും എന്ത് ചെയ്യാം, ഒരു ക്രൈം ചെയ്യുന്നതിൽ നയിക്കാം എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫ്രോഡ് വരുന്ന സമയത്ത് എന്താണ് ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമുക്ക് എന്താ വരുന്നത്, നമുക്ക് പ്രഷർ വരുന്നു. ആ പ്രഷർ വരുമ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മൾ നോക്കും. ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ നമുക്ക് വീക്ക് ഇന്ത്യയിലെ കൺട്രോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്രൈം ചെയ്യും. ഇങ്ങനെയാണ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്, ഇങ്ങനത്താണ് മൂവ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ മൂവ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ആ ക്രൈം ചെയ്യും. ഇതാണ് ഒരു ഫ്രോഡ് തിയറി. ഇതാണ് ട്രയാങ്കിൾ തിയറിന്റെ പിക്ചർ. ഇങ്ങനെയും മൂവ്മെന്റ് ഞാൻ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു റിയലൈസേഷൻ വരുന്നു, അതിൽ നിന്ന് നമുക്ക് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു. ആ പ്രഷർ നമ്മൾ ഓപ്പർച്യൂണിറ്റി കാണുന്നു, ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ ആ ക്രൈം ചെയ്യുന്ന റിയലൈസേഷൻ. ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഫ്രോഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഫ്രോഡ് തിയറി എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് നോക്കി വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 പിക്ചർ ഉണ്ടെങ്കിൽ തന്നെ ഇത് എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇതാണ് നമുക്ക് അവിടെ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കുള്ളൊരു ക്വസ്റ്റ്യൻ, എന്തൊക്കെയാണ് ഒരു കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിൽ വരുന്ന കാര്യങ്ങൾ? ഒരു കമ്പനിയുടെ ഓഡിറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ നോൺ ഓഡിറ്റഡ് നറേറ്റീവ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻഫർമേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഒരു കമ്പനിയിലെ ആനുവൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്രഹെൻസീവ് റിപ്പോർട്ടാണ്. ഒരു കമ്പനി ഒരു ഫൈനാൻഷ്യൽ എൻഡിങ്ങിന്റെ അവസാനം, ഒരു ഫൈനാൻഷ്യൽ ഇയറിന്റെ എൻഡിൽ പ്രിപ്പയർ ചെയ്യുന്നതാണെന്ന് പറയുന്നത് ആനുവൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ്, അതിന്റെ പൊസിഷന്, ആ അച്ചീവ്മെന്റ്സ്, അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആനുവൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതിൽ എന്തുണ്ടാവും, നമ്മുടെ ബിസിനസിന്റെ കോർപ്പറേറ്റ് ഇൻഫർമേഷൻസ്, കമ്പനിയുടെ പ്രൊഫൈല് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, നമ്മുടെ ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും, ഡയറക്ടേഴ്സിന്റെ റിപ്പോർട്ട്സ് ഉണ്ടായിരിക്കും, മാനേജ്മെന്റ് ഡിസ്കസ് അനാലിസിസ്, മാനേജ്മെന്റിന്റെ എന്തുണ്ട് അനാലിസിസ്, ഇൻഡസ്ട്രി ട്രെൻഡ്സും ഓപ്പർച്യൂണിറ്റീസും, നമുക്ക് റിസ്ക്കും പെർഫോമൻസും ഉണ്ടാവും. പിന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് റിപ്പോർട്ട്, നമ്മുടെ CSR റിപ്പോർട്ട് ഉണ്ടാവും,
ഓഡിറ്റേഴ്സ് നൽകിയൊരു റിപ്പോർട്ട് ഉണ്ടാവും. നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നോട്ട്സ് ടു അക്കൗണ്ട്സ്, അക്കൗണ്ടൻസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ചില കേസിലുണ്ടെങ്കിൽ അതുണ്ടാവും. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിന്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഉണ്ടാവും. ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻഫർമേഷൻ, പിന്നെ നമ്മുടെ സസ്റ്റൈനബിലിറ്റി ആൻഡ് എൻവയോൺമെന്റൽ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടായിരിക്കും? നമ്മുടെ ആനുവൽ റിപ്പോർട്ടിൽ ഉണ്ടാവും. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. ഈ 11 കാര്യങ്ങൾ നമ്മുടെ ആനുവൽ റിപ്പോർട്ടിൽ ഉണ്ടാവും. അപ്പൊ ഈ ആനുവൽ റിപ്പോർട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട്സ് ഉണ്ടാവും, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും നോൺ ഓഡിറ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഓഡിറ്റഡ് ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ് എന്തായിരിക്കും? നമുക്ക് കൂടുതലായിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും? വെരിഫൈ ചെയ്യും. ഇൻഡിപെൻഡന്റ് ഓഡിറ്റേഴ്സ് വെരിഫൈ ചെയ്താൽ നമുക്ക് ഒന്നും കൂടി അത് യൂസ്ഫുൾ ആയിരിക്കും. മറ്റൊന്ന് ഡിസ്ക്രിപ്റ്റീവ് ഇൻഫർമേഷൻസ് ആകുമ്പോൾ നമുക്ക് മാനേജ്മെന്റ് അത് വലിയ രീതിയിൽ യൂസ്ഫുൾ ആവില്ല. മാനേജ്മെന്റിന് വേണ്ടിയിട്ട് മാത്രമുള്ളതായിരിക്കും നോൺ ഓഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ഫൈനാൻഷ്യൽ നേച്ചർ ആയിരിക്കും ഓഡിറ്റഡ് എങ്കിൽ, ക്വാളിറ്റേറ്റീവ് ആൻഡ് എക്സ്പ്ലനേറ്ററി ഇൻ നേച്ചർ ആയിരിക്കും നോൺ ഓഡിറ്റ് ആയിട്ടുള്ള ഉണ്ടാവുക. നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് നമുക്ക് നിർബന്ധമാണ്. നമുക്ക് നോൺ ഓഡിറ്റഡ് ഡോക്യുമെന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമൊന്നുമല്ല ചെയ്യാന്നുള്ളത്. പിന്നെ റിലയബിലിറ്റി എന്ന ഹൈ റിലയബിൾ ആയിരിക്കും. കാരണം ഓഡിറ്റ് നല്ല രീതിയിൽ വെരിഫൈ ചെയ്യണം. റിലയബിലിറ്റി കുറവായിരിക്കും. കാരണം മാനേജ്മെന്റ്സിന്റെ വ്യൂസും എക്സ്പ്ലനേഷനും ആയിരിക്കും നോൺ ഓഡിറ്റഡ് ഡോക്യുമെന്റ്സിൽ ഉണ്ടാവുക. പർപ്പസ് വരെ വെച്ചാൽ ഫൈനാൻഷ്യൽ പൊസിഷൻ അതിന്റെ പെർഫോമൻസ് കാണിക്കാനാണ് ഓഡിറ്റർ റിപ്പോർട്ട്സ് എങ്കിൽ, നോൺ ഓഡിറ്റർ റിപ്പോർട്ട്സ് അഡീഷണൽ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റുകൾ, അനാലിസിസും ഫ്യൂച്ചർ ലുക്സും കാണിക്കുന്നതാണ് വരുന്നത് കേട്ടോ. അപ്പൊ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ് ഓഡിറ്റർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്കിൽ, ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ്, ഡയറക്ടേഴ്സ് റിപ്പോർട്ട്, മാനേജേഴ്സിന്റെ റിപ്പോർട്ട്, കോർപ്പറേറ്റ് ഗവേണൻസ് റിപ്പോർട്ട്, CSR റിപ്പോർട്ട്, ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെയാണ് നോൺ ഓഡിറ്റർ റിപ്പോർട്ട്സിൽ വരുന്നത്. അതായത് നമ്മുടെ ഈ കണ്ടന്റ് ഉണ്ടല്ലോ, ആ കണ്ടന്റിനെ രണ്ടാക്കിയാണ് ഓഡിറ്റർ റിപ്പോർട്ടും നോൺ ഓഡിറ്റർ റിപ്പോർട്ടും ഉണ്ടാവും കേട്ടോ. പിന്നെ ലീഗൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കംപ്ലൈ വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ലീഗൽ റിക്വയർമെന്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ടാണ് ഓഡിറ്റർ റിപ്പോർട്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നാൽ അത്തരത്തിൽ സ്റ്റാൻഡേർഡ്സ് ബേസ് ചെയ്തിട്ടല്ല നോൺ ഓഡിറ്റർ റിപ്പോർട്ട്സ് വരുന്നത് കേട്ടോ. അതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഒരു കോസ്റ്റ് എന്താണ്, ഡിഫറെൻറ്റ് എലമെന്റ്സ് ഓഫ് കോസ്റ്റ് എന്താണ്, എങ്ങനെയാണ് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുക, എങ്ങനെ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും, ഇത് റിപ്പീറ്റ് വരുന്നൊരു ചോദ്യമാണ്. നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന റിപ്പീറ്റ് ആണ്, പക്ഷെ ഇതെല്ലാം എക്സാമിനും കാണാറുണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ട് ഇത് നന്നായിട്ട് ശ്രദ്ധിക്കാം. എന്താണ് നോക്കും. കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓർ റിക്വയർഡ് ടു ബി പ്രൊഡ്യൂസിങ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസുകൾ അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് റിസോഴ്സ് സാക്രിഫൈസ് ഓർ സ്പെൻഡ് ടു ഒബ്റ്റെയിൻ എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന റിസോഴ്സ്, സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ആണ് എന്തെന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റിൽ മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ടാവും, ലേബർ കോസ്റ്റ് ഉണ്ടാവും, എക്സ്പെൻസ് ഉണ്ടാവും. ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റ് ഉണ്ടാവും. അതായത് ഡയറക്റ്റ്ലി നമ്മുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഡയറക്റ്റ് റോ മെറ്റീരിയൽസ് ഉണ്ടാവും, അതിനെ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ. ഇനി സപ്പോർട്ട് ചെയ്യുന്ന ലൂബ്രിക്കൻസ്, ഓയിൽസ് ഒക്കെ ഉണ്ടാവും, ഇനി ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് നമ്മൾ പറയും. അതേപോലെ തന്നെ ലേബർ ഉണ്ടാവും, ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ലേബേഴ്സ് ഉണ്ടാവും, അതായത് ഡയറക്റ്റ് ലേബേഴ്സ് എന്ന് പറയും. ഇനി അതേപോലെ തന്നെ നമ്മളുടെ എവിടെ വർക്ക് ചെയ്യുന്ന ലേബേഴ്സ് ഉണ്ടായിരിക്കും, നമ്മളുടെ ഓഫീസിലൊക്കെ ഇറങ്ങുന്ന ഓഫീസ് അഡ്മിൻ ഒക്കെ ഉണ്ടാവും, അക്കൗണ്ടൻസ് ഉണ്ടാവും, അവരെ നമ്മൾ ഇൻഡയറക്റ്റ് ലേബേഴ്സ് എന്ന് പറയും. ഇങ്ങനെ പലതരത്തിലുള്ള കോസ്റ്റുകൾ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വരുന്ന മറ്റൊന്നാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. എക്സ്പെൻസ് നമുക്ക് ഏതൊക്കെ ഉണ്ട്? 2 തരത്തിലുള്ള എക്സ്പെൻസ് ഉണ്ട്. ഡയറക്റ്റ് ആട്രിബ്യൂട്ട്, ഒരു പ്രൊഡക്റ്റുമായി ഡയറക്റ്റ് ആട്രിബ്യൂട്ടബിൾ ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് എക്സ്പെൻസുകളുണ്ട്. അത്തരത്തിൽ ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഫാക്ടറി എക്സ്പെൻസ്, ഇലക്ട്രിസിറ്റി, ഓഫീസ് റെന്റ് പോലുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളുണ്ടാവും. അങ്ങനെ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇനി ഈ കോസ്റ്റിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, എക്സ്പെൻസ് എന്നിങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ അക്കോർഡിംഗ് ടു ട്രേസബിലിറ്റി അനുസരിച്ച് ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയും. അക്കോർഡിംഗ് ടു ഫംഗ്ഷൻ അനുസരിച്ച് പ്രൊഡക്ഷൻ കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയും. പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ കോസ്റ്റ് ഇൻകേർഡ് ഫോർ മാനുഫാക്ചറിംഗിന് വേണ്ടിയുള്ള കോസ്റ്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിലുള്ള കോസ്റ്റ് ആണ്. സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട, ഡിസ്ട്രിബ്യൂഷൻ എന്ന ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റുകളാണ് വരിക. ഇനി ബിഹേവിയർ അനുസരിച്ച് ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ എന്തായിരിക്കും? ഒരു റെസ്പെക്റ്റീവ് പ്രൊഡക്റ്റ് വോളിയം വരെ കോൺസ്റ്റന്റ് ആയിട്ടുള്ളതാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ റെന്റും സാലറീസും ഒക്കെ. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് പ്രപ്പോർഷൻ ആണ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസ് കൂടുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂടുമ്പോൾ വേരിയബിൾ കോസ്റ്റ് കൂടും, പ്രൊഡക്ഷൻ കുറയുമ്പോൾ വേരിയബിൾ കോസ്റ്റ് കുറയും. അങ്ങനെയുള്ളൊരു കോസ്റ്റ് ഉണ്ട്. പിന്നെ സെമി വേരിയബിൾ, ഫിക്സഡ് കോസ്റ്റിന്റെയും വേരിയബിൾ കോസ്റ്റിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കോസ്റ്റ് ഉണ്ടാവും, അതാണ് സെമി വേരിയബിൾ കോസ്റ്റുകൾ എന്ന് പറയാം. ഇങ്ങനെ പലതരത്തിലുള്ള കോസ്റ്റുകളെ നമുക്ക് ക്ലാസിഫിക്കേഷൻ കാണാൻ പറ്റും.
എങ്ങനെയാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുക? ആദ്യം നമ്മൾ പ്രൈം കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുക. എങ്ങനെ പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കുക? പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും ഒരു പ്രൊഡക്റ്റുമായി ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ കോർ എക്സ്പെൻസുകൾ അല്ലേ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് ലേബർ, ഇത് മൂന്ന് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത്. ആ ഫാക്ട് അപ്പം നമുക്ക് കിട്ടുന്ന കോസ്റ്റിനെ നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയാം. ഈ പ്രൈം കോസ്റ്റിനോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ഓവർ ഹെഡ്, ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡ് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇത് മൂന്നും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഇതിനോട് കൂടിയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടും. അതിനോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഉണ്ടാവും. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും. ഏതിനോടാ? ഫാക്ടറി കോസ്റ്റിനോട്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആഡ് ചെയ്ത് കിട്ടുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടിയിട്ട് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽ നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കാം. ഇനി നമ്മളുടെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇടയ്ക്ക് മാത്രം റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഒന്നുമില്ല. 2020 മുതൽ ഈ 25 വരെയുള്ള ഡിസംബർ വരെയുള്ള ടൈമിൽ 4 പ്രാവശ്യം മാത്രം ഇത് ചോദിച്ചിട്ടുള്ളൂ. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് നോക്കാം. ഒന്ന് ആൾട്ട്മാൻസ് സെഡ് സ്കോറിനെ കുറിച്ചും ഡ്യൂപോണ്ട് അനാലിസിസും ആണ് നമുക്ക് നോക്കാനല്ലേ. അപ്പൊ അതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ആൾട്ട്മാൻസ് സെഡ് സ്കോറിനെ കുറിച്ചാണ്. ഇതൊരു ഫൈനാൻഷ്യൽ മോഡലാണ്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ എഡ്വേർഡ് ഐ ആൾട്ട്മാൻ ആണ്. എഡ്വേർഡ് ഐ ആൾട്ട്മാൻ ആണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതും 1968 ഇത് പ്രോബബിലിറ്റി ആണ് നമ്മൾ ഇതിനെ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു ബാങ്കിന്റെ ബാങ്ക്റപ്സി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഡിസ്ട്രസ്, ആ കാര്യങ്ങളൊക്കെ എത്രമാത്രം ഉണ്ടാവുന്നുള്ള ഒരു പ്രോബബിലിറ്റിയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ നോക്കുന്നത്. ഇവിടെ ഫൈനാൻഷ്യൽ റേഷ്യോസിനെയും സിംഗിൾ സ്കോർസിനെയും കൂടി അസസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫൈനാൻഷ്യൽ ഹെൽത്ത് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ ഈ സെഡ് സ്കോർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് എത്രമാത്രം തെറ്റുകൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് വരിക. അപ്പൊ ഈ സെഡ് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.x1 plus 1.4x2 plus 3.3x3 plus 0.6x4 plus 1.0x3 x5 എന്നാണ്. ഇവിടെ x1ഉം x2 x3 x4ഉം x5 മാത്രമേ വേരിയബിൾ ഉള്ളൂ. ബാക്കിയൊക്കെ ഫിക്സ്ഡ് ആണ്. x1 എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ അസറ്റ് ആണ്. x2 എന്ന് പറഞ്ഞാൽ റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ ടോട്ടൽ അസറ്റ് ആണ്. x3 എന്ന് പറഞ്ഞാൽ എബിറ്റ്, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അല്ലെങ്കിൽ ടോട്ടൽ അസറ്റ് ആണ്. x4 എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ലയബിലിറ്റി ആണ്. x5 എന്ന് പറഞ്ഞാൽ സെയിൽസോ ടോട്ടൽ അസറ്റോ നമുക്ക് എടുക്കാം. ഇതാണ് നമ്മൾ എടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? 1.2 കൊണ്ട് എന്ത് ചെയ്യും? x1 ഇൻറ്റു ചെയ്യും. ഇതിന്റെ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ എല്ലാത്തിനും ഒരു ടോട്ടൽ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ സെഡ് സ്കോർ എബോവ് 2.99 ആണെന്നുണ്ടെങ്കിൽ സേഫ് സോൺ ആണ്. നമുക്ക് ലോ റിസ്ക് ഓഫ് ബാങ്ക്റപ്സി ആണ് വരാൻ പോകുന്നത്. നമ്മൾ നല്ല രീതിയിൽ സേഫ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി 1.81 to 2.99 റേഞ്ചിലാണ് വരുന്നത് എങ്കിൽ അവിടെ നമ്മൾ അതിന് ഇന്റർപ്രിട്ടേഷൻ വരുന്നത് എന്താണ്? നമ്മൾ ഗ്രേ സോണിലാണ്. ഗ്രേ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ ബാങ്ക്റപ്റ്റ് ആവാം, ചിലപ്പോൾ നമ്മൾ പോവാം. അതായത് അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ. ഇനി ബിലോ 1.81 ആണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രസ് സോണിലായിരിക്കും നമ്മൾ കിടക്കുക. നമുക്ക് ഹൈ റിസ്ക് ആണ് ബാങ്ക്റപ്സിക്ക് ഉള്ളത് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഡിസ്ട്രസും ബാങ്ക്റപ്സിയും നമുക്ക് എന്താ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിനൊരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സിനെ ക്രെഡിറ്റേഴ്സിനൊക്കെ റിസ്ക് അസസ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഫൈനാൻഷ്യൽ ഹെൽത്ത് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് നല്ല ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ ഇത് ഹെൽപ്ഫുൾ ആണ്. പക്ഷേ ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ് ഡാറ്റയെ ബേസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈക്വലി സ്യൂട്ടബിൾ അല്ല എല്ലാ ഇൻഡസ്ട്രീസിലോടും. മാർക്കറ്റ് കണ്ടീഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ആക്യുറസിനെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ലാസ്റ്റ് ഡ്യൂപോണ്ട് അനാലിസിസ് ആണ്. ഡ്യൂപോണ്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി നമ്മൾ എന്താണ് ബ്രേക്ക് ഡൗൺ ചെയ്യുക. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അനുസരിച്ച് നമ്മൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റിക്ക് അനുസരിച്ച് നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡ്യൂപോണ്ട് അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ദ ഡ്യൂപോണ്ട് കമ്പനി ടു അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രോഫിറ്റബിലിറ്റി. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പ്രോഫിറ്റബിലിറ്റിനെ അഫക്ട് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഡ്യൂപോണ്ട് അനാലിസിസ് ചെയ്തത്. ഇവിടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക?
നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഇൻറ്റു അസറ്റ് ടേൺ ഓവർ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യും. അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഇനി റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ടോട്ടൽ അസറ്റ് ഇൻറ്റു ടോട്ടൽ അസറ്റ് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡ് ഇക്വിറ്റി. ഈ ഒരു ക്വസ്റ്റിനിലോട്ട് ഇതിലോട്ട് എന്ത് ചെയ്യുക, നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റിയെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? പ്രോഫിറ്റിന്റെ മാർജിൻ, അസറ്റിന്റെ ടേൺ ഓവർ, ഫൈനാൻഷ്യൽ ലിവറേജ്, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഇക്വിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുക. ഇതാണ് ഡ്യൂപോണ്ട് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ബിസിനസിന്റെ ഓവറോൾ പെർഫോമൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്ത് ചെയ്യുക, ഒരു ബിസിനസ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇംപ്രൂവ്ഡ് ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്, കമ്പാരിസൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ബെറ്റർ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഏത് ഡ്യൂപോണ്ട് അനാലിസിസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത്. നമ്മൾ ഓവറോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഏകദേശം ഐ തിങ്ക് 4 or 6 എത്ര ബ്ലോക്കുകൾ ഉണ്ട്, അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് റിപ്പീറ്റഡ് ചോദിക്കുന്നു. ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ MMPC 004 MBAയുടെ അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. ഇനിയും എക്സാമിന് നിങ്ങൾക്ക് ഒരു 13-15 ദിവസത്തിനടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക. കാരണം ഐ തിങ്ക് 27-ാം തീയതിയാണ്, ഈ മാസം ലാസ്റ്റ് 27-ാം തീയതിയാണ് എക്സാം വരുന്നത് തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് വരെ നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് സമയമുണ്ട്. ഒരു 2.5 2.25 ഹവർ വരുന്ന ഒരു സെഷനേ ആയിട്ടുള്ളൂ. നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോന്റെ കമന്റ് താഴെയോ അല്ലെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിറ്റി ചാനലിലോ ജോയിൻ ചെയ്തിട്ട് അതിലൂടെ ചോദിക്കുക. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസും അതുപോലെ പുറത്തുള്ള സ്റ്റുഡൻസ് എല്ലാവരും നല്ല മാർക്ക് വാങ്ങുക. ഒപ്പം നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആയെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കേണ്ട. അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇത്ര നേരം നിന്ന് ഒരുപാട് സ്റ്റുഡൻസിന് നമുക്കൊപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ. നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക്